ഹലോ ഗൈസ്, നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുത്ത ഒരു വെബ് സീരീസ് ആണ് റാഗ് എന്ന് പറഞ്ഞത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസ് ആയത്. ഒരു ചേച്ചിയും അനിയനും പുറത്തു പോകുന്ന സമയം ലിഫ്റ്റ് ചോദിക്കുകയാണ്. അവര് പിന്നീട് ക്രൂരമായി കൊല്ലപ്പെടാണ്. ഇതിൽ പിന്നിൽ ആരാണെന്നും അവരെത്രയും ക്രൂരമായ രീതിയിലാണ് ഈ ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ആണിത്. നമ്മൾ ഓൾറെഡി ഇതിന്റെ 2 പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ പാർട്ടാണ്. ഇതോടുകൂടി ഈ ഒരു സ്റ്റോറി അവസാനിക്കും. ഞാൻ ഇതില് 1ാമത്തെ പാർട്ടും 2ാമത്തെ പാർട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 1ഉം 2ഉം കണ്ടവരാണെങ്കിൽ 3ാമത്തെ പാർട്ട് മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 40ാമത്തെ മിനിറ്റ് തൊട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും ലാക്കാക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ നമ്മളുടെ ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ ആയിട്ട് സുമനയാണ് കാണിക്കുന്നത്. അവള് 16 വയസ്സുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ടൈം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ അനിയനെയാണ് അവള് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അനിയനാന്ന് വെച്ചാല് ഒരു കൂസലും ഇല്ലാതെ ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ചിട്ട് നേരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ചേച്ചിയെ കണ്ടതും അവൻ ഓടി ചേച്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളപ്പോ നേരം വഴുകി, നിന്നോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞതല്ലേന്ന് ചോദിച്ച് അവനെ വലിച്ചോണ്ട് പോവാണ്. കാരണം വീട്ടിലേക്ക് പോവാനുള്ള ലാസ്റ്റ് ബസ്സും പോകുന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. അവര് ഓടി എത്തുമ്പോഴേക്കും ആ ഒരു ലാസ്റ്റ് ബസ് അവരെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി വീട്ടിലേക്ക് പോകാനായിട്ട് ആകെ ലിഫ്റ്റ് അടിച്ച് പോകാൻ മാത്രമേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. സുമൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതിൽ ഒരു കാര്യമുണ്ട്. അവൾക്ക് 4:30 വീട്ടിൽ ചെന്നതിന് ശേഷമാണ് റേഡിയോ സ്റ്റേഷനിൽ പാടാനായിട്ട് പോകാൻ പറ്റുള്ളായിരുന്നു. അവള് ഫസ്റ്റ് ടൈം ആണ് റേഡിയോയിൽ പാടാനായിട്ട് പോകുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് അവൾക്ക് ഉണ്ടായിരുന്നു. തന്റെ അനിയൻ കാരനാണല്ലോ നേരം വൈകിയത്. അതുകൊണ്ട് തന്നെ അവള് അനിയനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. ഇപ്പൊ വഴി കൂടെ പോകുന്ന വണ്ടികൾക്കെല്ലാം കൈ കാട്ടി സുമൻ ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരാളും തന്നെ നിർത്തുന്നുണ്ടായിരുന്നില്ല. സുമന്റെ ഈ ഒരു ടെൻഷൻ കണ്ടിട്ട് അനിയൻ സാഹിൽ പറയുന്നുണ്ട്, ചേച്ചി ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കറക്റ്റ് സമയത്ത് നമുക്ക് എത്താമെന്ന്. അങ്ങനെ അവള് ലിഫ്റ്റ് ചോദിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ കാറ് നിർത്തുന്നുണ്ട്. അവർ ആ ഒരു കാറിൽ കയറ്റി അവരെ കറക്റ്റ് വീട്ടിലും കൊണ്ടുപോയി ആക്കാണ്. അങ്ങനെ വീട്ടിൽ വന്നവരും ഡ്രസ്സ് മാറുന്നുണ്ട്. സാഹിൽ ഇപ്പൊ ഫ്രിഡ്ജ് തുറന്ന് ആ ഒരു തണുപ്പ് ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണെന്ന് തോന്നുന്നു. അത് മാത്രല്ല കാര്യം, ആ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് കഴിക്കാനുള്ള പുറപ്പാടാണ്. എന്നാൽ അത് കൂളായിട്ടില്ല. നമ്മൾ പോയി വരുമ്പോഴേക്കും അത് കൂളാവും. നീ അതൊന്ന് അടച്ചിടാനായിട്ട് സുമൻ പറയുന്നുണ്ട്. അത് കേട്ട് അവനും അത് അടച്ചിടാണ്. ഈ ഫ്രിഡ്ജ് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട് മൊത്തം തണുത്ത് വിറങ്ങലിച്ചിരിക്കൂലേന്ന് അവനൊരു മണ്ടബുദ്ധരവും പറയുന്നുണ്ട്. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് അവര് ചെറിയ ഫൈറ്റ് ആവുന്നുണ്ട്. ഇതിനിടക്ക് അവരുടെ അമ്മ മോനെ അവിടേക്ക് വരാണ്. സുമൻ ഇപ്പൊ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളുടെ കമ്മല് നോക്കിയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ അവൾക്ക് പുതിയതായിട്ട് ഒരു സ്വർണ്ണ കമ്മല് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സന്തോഷത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കാണ്. സംഭവം എന്താന്ന് വെച്ചാൽ സുമൻ ഇപ്പൊ പാടാനായിട്ട് പോവല്ലേ, അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ. സാഹിലിനോട് ഇതിന്റെ ഇടയ്ക്ക് ചേച്ചിയുടെ കൂടെ പോകുന്ന കാര്യം പറയുമ്പോ എല്ലാത്തിനും എന്തിനാ ഞാൻ ഇവളുടെ കൂടെ പോകുന്നതെന്നാണ് സാഹിൽ ചോദിക്കുന്നത്. അവളും പറയുന്നുണ്ട്, എന്തിനാ എനിക്കൊരു ബോഡി ഗാർഡ്, എനിക്കൊരു ബോഡി ഗാർഡിന്റെ ആവശ്യമൊന്നുമില്ലാന്ന്. അമ്മ അപ്പൊ പറയുന്നത്, നിനക്കല്ല ബോഡി ഗാർഡ്, അവനക്കൊരു ബോഡി ഗാർഡ് വേണ്ടേ, അത് നീയാണ്. രണ്ടുപേരും ഒന്നിച്ചു പോയാൽ മതി, വേഗം വായോ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് മക്കളെ സന്തോഷത്തോടുകൂടി മോന യാത്രയാക്കാണ്. അന്ന് രാത്രി അശോകാന്ന് വെച്ചാൽ തന്റെ ബന്ധുക്കൾക്കൊക്കെ വിളിച്ചു പറയുന്നുണ്ട് തന്റെ മകള് 7:30 ഷോയില് പാട്ട് പാടുന്നുണ്ടെന്ന്. എന്നിട്ട് സന്തോഷത്തോടുകൂടി അവർ ആ ഒരു പാട്ട് കേൾക്കാനായി വന്നിരിക്കുന്നുണ്ട്. പക്ഷെ ദീപ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് 7:30 ഷോയില് പാട്ട് പാടുന്നത്. അശോകിന് കാര്യം മനസ്സിലാവുന്നില്ല. ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് തന്നെ സുമൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും എന്നാണ് അവര് കരുതുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അശോകും വണ്ടിയെടുത്ത് റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പാട്ട് പാടിയ കുട്ടി ദീപ അവിടെ ഉണ്ടായിരുന്നു. അവളോട് സുമന്റെയും സാഹിലിനെ പറ്റി ചോദിക്കുമ്പോ 7:30 വരെ അവര് വെയിറ്റ് ചെയ്തു, അതുവരെ അവളെ കാണാത്തോണ്ടാണ് ദീപ പാടിയതെന്ന് പറയാണ്. അതായത് ആ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് സുമനും സാഹിലും വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ കയറി അന്വേഷിക്കാന്ന് വിചാരിച്ചാല് അപ്പോഴേക്കും അവിടുത്തെ ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ദീപ അവളുടെ അച്ഛൻ വന്നോണ്ട് തന്നെ വീട്ടിലേക്ക് പോവാണ്. അശോകും തന്റെ ഭാര്യയെ വിളിച്ചോണ്ട് മക്കൾ വീട്ടിലെത്തിയോന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ കൂടെ എല്ലാവരും വരുള്ളൂ, അവരെങ്ങനെ നേരത്തെ എത്താ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അവരവിടെ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഭാര്യയോട് അവൻ പറയുന്നുണ്ട്. മോനെ ഇപ്പോ സാഹിലിന്റെ ഫ്രണ്ട്സിനും സുമന്റെ ഫ്രണ്ട്സിനും ഒക്കെ വിളിച്ചിട്ട് അവരവിടെ ഉണ്ടോന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അശോക് ഇപ്പൊ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ 2 മക്കൾക്ക് വേണ്ടി. അവിടെ സീൻ കട്ട് ചെയ്ത് നേരെ 8 ദിവസം മുന്നേ നടന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കഥയിലെ മെയിൻ വില്ലന്മാരായിട്ടുള്ള രാജുവയെയും ബാബുവിനെയും കാണിക്കുന്നുണ്ട്. അവരൊരു 1ാം തരം കള്ളന്മാരാണ്. വലിയ കള്ളന്മാരൊന്നും അല്ല, ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നവര്. അങ്ങനെ തിയേറ്ററിൽ വെച്ച് ഒരു കാശിക്കാരൻ എന്ന് തോന്നുന്ന ഒരാളെ ഒരു നോട്ടിടുന്നുണ്ട്. ആ ഒരു കാശിക്കാരൻ, അതായത് ആ ഒരു റിച്ച് മാൻ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഇവരും പിന്നാലെ പോയി അയാളെ അടിച്ച് പൈസ മോഷ്ടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴേക്കും അയാളുടെ ഗേൾ ഫ്രണ്ട് വന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അവൾ ഒച്ചെടുക്കാണ്. സെക്യൂരിറ്റിയെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. രാജു അവന്റെ പേഴ്സ് എടുത്ത് നോക്കുമ്പോ അതിലാകെ 6 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കിട്ടിയതായി എന്ന് വിചാരിച്ച അയാളെ കോട്ട് കൊടുത്ത് അവരവിടെ നിന്ന് പോകാണ്. ഇപ്പൊ സെക്യൂരിറ്റി വരുന്നുണ്ട്. സെക്യൂരിറ്റിയെ അടിച്ചിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഒരു പ്രായമുള്ള മനുഷ്യൻ കുറച്ച് ഫുഡുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അയാള് SI ജയപ്രകാശിന്റെ അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോലീസുകാരും അയാൾക്ക് നല്ല ബഹുമാനം തന്നെയാണ് കൊടുക്കുന്നത്. ജയപ്രകാശ് ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അയാൾ ഇപ്പൊ എന്തോ എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനൊന്നും പോവാറില്ല. അതുകൊണ്ട് വിഷമിച്ചിട്ടാണ് ഇപ്പോ അച്ഛൻ തന്റെ മകനിക്കും ബാക്കിയുള്ള ഓഫീസേഴ്സിനും ഒക്കെ അവിടെ ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ജയപ്രകാശിന് അത് വേണമെന്നൊന്നുമില്ല. പക്ഷെ അച്ഛൻ തന്നതല്ലേ, അത് നിരസിക്കാതെ എല്ലാരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഈ അച്ഛനും ഓൾറെഡി പോലീസുകാരനായിരുന്നു, റിട്ടയർ ആയതാണ്. നീ എന്നാണോ വീട്ടിലേക്ക് വരുന്നത് അന്ന് ഞാൻ ഈ ഒരു ഫുഡ് കൊണ്ടുവരൽ നിർത്താമെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ എല്ലാവരും ഇപ്പൊ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോ ജയന് ഒരു കോള് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര അർജന്റ് വർക്ക് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാതെ പാവം ആ ഒരു അച്ഛനെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവന് പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകാണ്. അവൻ നേരെ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാല് നമ്മളുടെ സുമന്റെയും സാഹിലിന്റെയും വീട്ടിലേക്കാണ്. അശോക് ഒരു റിട്ടയർ ആർമി ഓഫീസർ ആയിരുന്നു. മോന ഒരു സ്കൂൾ ടീച്ചറും. നല്ല രീതിയിൽ തന്നെ ജയപ്രകാശും അവരോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. അവര് 4:30ക്കാണ് പോയതെന്നും 7:30ക്കുള്ള റേഡിയോയില് പാടാനായിട്ട് പോയതാണ്, പക്ഷെ അവിടെ എത്തിയിട്ടില്ല എന്നും അറിയാണ്. ജയപ്രകാശ് അവരുടെ ഫോട്ടോ വാങ്ങി കൈ വെക്കുന്നുണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണോ പൈസ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അവൻ ചോദിച്ചത് മോനക്ക് ഇഷ്ടപ്പെടുന്നില്ല. മോനെ വല്ലാതെ ചൂടാവാണ്. പക്ഷെ ജയപ്രകാശിന് അത് മനസ്സിലാവുന്നുണ്ട് ഒരമ്മയുടെ വിഷം എന്തായിരിക്കുന്നു. അവരങ്ങനെ പോയതൊന്നല്ല, അവരെന്റെ മക്കളല്ലേ, എനിക്കറിയാം അവർക്ക് വേറെ എന്തോ പറ്റിയതാണെന്നാണ് അവള് പറയുന്നത്. അശോക് പക്ഷെ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, ആർമിക്കാരനല്ലേ, അതൊക്കെ അവരുടെ പ്രൊസീജിയേഴ്സ് ആണ്, നീ വിഷമിക്കേണ്ടെന്നാണ് അയാൾ പറയുന്നത്. പോകാൻ നേരത്ത് ജയപ്രകാശിനോട് മോന എങ്ങനെയെങ്കിലും എന്റെ മക്കളെ കണ്ടുപിടിച്ച് തരണമെന്ന് കൈ ഊപ്പിക്കൊണ്ട് പറയുന്നുണ്ട്. 2 പോലീസ് ഓഫീസർ ആ വീട്ടിൽ തന്നെ നിർത്താണ്. കാരണം ഇതൊരു കിഡ്നാപ്പ് കേസ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്തതാണെങ്കിൽ ഉറപ്പായിട്ട് അവർ പൈസ ചോദിച്ച് വിളിക്കും. ആ ഒരു കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പോലീസ് ഓഫീസറെ അവിടെ നിർത്തിയത്. അശോക് പക്ഷെ എന്ത് കൊടുക്കാനും തയ്യാറായിരുന്നു. എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം, അവരെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് മാത്രമാണ് അശോകിന്റെ മനസ്സിൽ. അങ്ങനെ ജയപ്രകാശ് അവിടെ നിന്ന് പോകാൻ നേരത്താണ് അശോകിന് ഒരു കോള് വരുന്നത്. അശോകിനെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ ജയപ്രകാശ് ഹോസ്പിറ്റലിലേക്ക് പോകാണ്. നേരെ മോർച്ചറിയിലേക്ക് കയറുന്നുണ്ട്. പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഒരു മരിച്ച ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അശോക് അവിടേക്ക് വന്നിരിക്കുന്നത്. തന്റെ മക്കളാണോ എന്ന് അശോക് നോക്കുന്നുണ്ട്. പക്ഷെ അത് മക്കളായിരുന്നില്ല. അവനക്ക് അതുകൊണ്ട് ഇത്തിരി ആശ്വാസമാവുന്നുണ്ട്. ഇപ്പൊ രാജുവിനെയും ബാബുവിനെയാണ് കാണിക്കുന്നത്. അവർ ആ ഒരു കൂട്ടുവിട്ട് അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. രാജു ഭയങ്കര നിരാശയിലായിരുന്നു. കാരണം ഇന്നാകെ അവനിക്ക് കളക്ഷൻ കിട്ടിയിരിക്കുന്നത് 6 രൂപ മാത്രമായിരുന്നു. അതുകൊണ്ട് ബാബുവിനോട് രാജു ചൂടാവുന്നുണ്ട്. എലിനെ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേലും കൂടുതൽ പൈസ കിട്ടും, ഞാൻ അതിന് പോകാന്ന് അവൻ പറഞ്ഞോണ്ട് തന്നെ ദേഷ്യം വന്ന ബാബു എന്നാ നീ പൊക്കോളാനാണ് പറയുന്നത്. രാജുവും അവന്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുമ്പോ അവസാനമായിട്ട് എന്റെ കൂടെ ഡിന്നർ കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഡിന്നർ കഴിക്കാണ്. ബാബു അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇനി ചെറിയ കളവൊന്നും ചെയ്യണ്ട, വലിയ വലിയ ക്രൈംസ് തന്നെ ചെയ്ത് വേഗം പണക്കാരനാകാന്ന്. രാജു അതിന് സമ്മതിക്കുന്നുണ്ട്. രാജു ശരിക്കും ഒരു പൊട്ടനായിരുന്നു. ബാബു എന്താണ് പറയുന്നത് അത് മാത്രം ചെയ്യാം, അതായിരുന്നു അവന്റെ കൺസെപ്റ്റ്. പോലീസുകാരിപ്പോ കിഡ്നാപ്പില് മുൻപന്തി നിൽക്കുന്ന ഒരാളെ പോയി പിടിച്ച് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്ന പെൺകുട്ടികളെ എല്ലാം വിദേശത്ത് കയറ്റി അയക്കാണെന്നും അവരെ കിഡ്നാപ്പ് ചെയ്ത ഉടനെ ഒരു കാടിനടുത്തുള്ള സ്ഥലത്താണ് വെക്കാറുള്ളത്, അവിടെ പോയി നോക്കിയാൽ മതി എന്നല്ല പോലീസുകാരോട് ഇവൻ പറഞ്ഞതുകൊണ്ട് തന്നെ അയാളെ വിട്ടയക്കുന്നുണ്ട്. പക്ഷെ അയാളായിരുന്നില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പോലീസുകാരെല്ലാവരും ആ ഒരു കാട്ടിലേക്ക് പോകാൻ വേണ്ടി ഗണ്ണെല്ലാം ഒപ്പിട്ട് വാങ്ങുന്നുണ്ട്. അങ്ങനെ അവരെല്ലാ പ്രിപ്പറേഷനോടും കൂടി ആ ഒരു കാട്ടിലേക്ക് പോവാണ്. ഇപ്പൊ 8 ദിവസം മുന്നാണ് കാണിക്കുന്നത്. രാജുവും ബാബുവും തന്നെ വലിയ ക്രൈംസ് ആണല്ലോ അവര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവര് വണ്ടി മോഷ്ടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജു ചെറിയ ചെറിയ വണ്ടികൾ കണ്ടിട്ടപ്പോ ബാബു ഒരു വലിയ വണ്ടിയുടെ വിൻഡോ ചില്ല് പൊട്ടിച്ചതിന് ശേഷം ആ ഒരു കാർ ഓപ്പൺ ചെയ്ത് അത് മോഷ്ടിച്ചു കൊണ്ട് പോവാണ്. അവൻ നേരെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ആളില്ല, അവിടെ കയറി മോഷ്ടിക്കാമെന്ന് അവര് തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോ അവിടെ ഒരു വയസ്സായ മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാളെ അവര് രണ്ടുപേരും കൂടി കെട്ടിയിടുന്നുണ്ട്. രാജു നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അവൻ വേറെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അവൻ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോഴാണ് ബാബുവിന്റെ സൗണ്ട് ഒന്നും അവിടെ കേൾക്കാത്തത് അവൻ ശ്രദ്ധിക്കുന്നത്. പുറത്തു പോയി നോക്കുമ്പോ ബാബുവിനെ അവിടെ കാണാനില്ല. ആ ഒരു വയസ്സായ മനുഷ്യൻ താഴെ കിടന്ന് രാജുവിന്റെ കാല് പിടിച്ച് വലിക്കാണ്. ആ സമയത്ത് രാജു പറയുന്നുണ്ട്, ഞാൻ ഇതിൽ ഒരാളും അല്ല, എല്ലാം പ്ലാൻ ചെയ്തത് അവനാണ്, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ. അവസാനം ആ ഒരു വയസ്സായ മനുഷ്യനെ ചവിട്ടി ഒരു പ്രതിമയെ എടുത്ത് അവൻ അവിടെ നിന്ന് ഓടി കാറിലേക്ക് കയറാണ്. ബാബു ഓൾറെഡി ആ ഒരു കാറിൽ ഉണ്ടായിരുന്നു. നീ എന്താ കാണിച്ചേ, എന്താ ഇവിടെ വന്നിരിക്കുന്നേന്ന് രാജു ചോദിക്കുകയാണ്. കയ്യിലുള്ള പ്രതിമ ബാക്കിൽ വെക്കാനായിട്ട് അവൻ പറഞ്ഞതും രാജു ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഒരു കുട്ടിയെ വായ കെട്ടിയിട്ടിരിക്കുന്നത് അവൻ കാണാണ്. ഇതെന്താന്ന് ചോദിക്കുകയാണ്. ഇവരൊക്കെ വലിയ പൈസക്കാരാണ്, അതുകൊണ്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ കിട്ടും, അങ്ങനെ ചെയ്യാമെന്നായിരുന്നു ബാബുവിന്റെ ഐഡിയ. എന്നാൽ രാജുവിന് ഇതില് വലിയ പേടിയായിരുന്നു. പോലീസ് എങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഇതിലില്ല, മോനെ ഇറങ്ങി പൊക്കോ എന്നാണ് അവൻ പറയുന്നത്.
പറയുന്നത്. എന്നാ ബാബു ഭയങ്കര ദേഷ്യത്തില് നീയും പോകില്ല അവനും പോകില്ല ഇവിടെ തന്നെ ഇരിക്കാനായിട്ട് പറയാണ്. അതുകൊണ്ട് രാജുക്ക് അത് അനുസരിക്കേണ്ടവരാണ്. പോലീസുകാർ ഇപ്പോ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ മഴ പെയ്തതുകൊണ്ട് തന്നെ അവർക്കൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. ഡോഗ് സ്ക്വാഡ് വന്നാൽ തന്നെ മണപ്പിച്ച് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല, കാരണം നല്ല മഴയായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ പിറ്റേ ദിവസം രാവിലെ നോക്കാമെന്ന് കരുതി അവർ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. മോനെ അശോക് ഇപ്പൊ തന്റെ മക്കളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ അവരെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ എന്ന് അശോക് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അവർക്കൊന്നും പറ്റില്ല, അവിടെ തിരിച്ചു വരുന്ന മോനക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു ആട്ടിടയൻ ആടിനെ മേയ്ക്കാനായിട്ട് ആ ഒരു കാട്ടിലൂടെ പോകുമ്പോ അവൻക്ക് ചോര പുരണ്ട ഒരു ഷൂ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ട് ബോഡി അവൻ കാണുന്നത്. അത് നമ്മുടെ സുമന്റെയും സാഹിലിന്റെയും ആയിരുന്നു. അയാൾ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകാണ്. എസ് ഐ ജയപ്രകാശ് JP ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് 17 തരത്തില് ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തുന്നുണ്ട്. ഈ ഒരു സീൻ കണ്ടിട്ട് JPക്ക് തീരെ സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. വേറൊരു പോലീസുകാരന്റെ മകളുടെ പ്രായം മാത്രമേ സുമൻ ഉണ്ടായിരുന്നുള്ളൂ. സുമന്റെ ഷാള് വേറൊരു ഭാഗത്ത് നിന്ന് ചോരയിൽ പുരണ്ടുകൊണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബോഡി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചങ്ങ് നീങ്ങി സാഹിലിന്റെ വേറൊരു ഷൂവും കിട്ടാണ്. വേറൊരു പോലീസുകാരന് ഒരു കാറിന്റെ മിറർ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും ഒരു ബൈക്കിന് ലിഫ്റ്റ് അടിച്ചു പോകുന്നത് ആരോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് കളർ സ്കൂട്ടി ആയിരുന്നു അതെന്ന് പോലീസുകാരെ അറിയുന്നുണ്ട്. ഇപ്പൊ SP ആ ഒരു സ്പോട്ടിലേക്ക് വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറയാണ്. ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഒക്കെ ആ ഒരു സ്പോട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും പോലീസുകാർ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അതിലൊരു ടോപ്പ് റിപ്പോർട്ടർ ആയിട്ടുള്ള ലേഡി ആയിരുന്നു നിസാർ. അവൾക്കും ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അശോകിന്റെ മകളാണോ അതെന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, വ്യക്തമായി പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് അവിടേക്ക് അശോക് വരുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന തന്റെ മക്കളെ കണ്ടതും അശോക് ഒച്ചത്തിൽ കരയാനായിട്ട് തുടങ്ങാണ്. ഇതുകൊണ്ട് തന്നെ മീഡിയക്കാർക്കും ആ കുട്ടികള് അശോകിന്റെ മക്കൾ തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഒരു റെഡ് കളർ സ്കൂട്ടിയിലാണ് ആ ഒരു പെൺകുട്ടി ആൺകുട്ടിയും ലിഫ്റ്റ് ചോദിച്ചു പോയതെന്ന് പോലീസുകാർക്ക് അറിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ റെഡ് കളർ സ്കൂട്ടി ഉള്ള എല്ലാവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അവർക്കാകെ ഇടങ്ങേറാവാണ്. ഭാര്യ അപ്പളെ പറഞ്ഞതാണ് റെഡ് കളർ സ്കൂട്ടി എടുക്കണ്ടെന്ന്, വെറുതെ എടുത്തു എന്നൊക്കെ അവരിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു. ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. JPക്ക് അത് നോക്കിയിട്ട് ഒട്ടും തൃപ്തികരമല്ലായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു റെഡ് കളർ സ്കൂട്ടി ആരുടേതാണെന്ന് മനസ്സിലാവുന്നത്. അത് ബോധ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ ആയിരുന്നു. ആ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് തിരക്കിട്ട് പോകുന്ന സമയത്താണ് ഇവര് രണ്ടുപേരും ലിഫ്റ്റ് ചോദിച്ചത്. ആദ്യം അയാൾ കൊടുക്കാനൊന്നും മടിക്കുന്നുണ്ട്. ആ ഒരു ആൺകുട്ടി ഒരുപാട് കെഞ്ചുകൊണ്ട് തന്നെയാണ് അയാൾ ലിഫ്റ്റ് കൊടുത്തതെന്ന് പറയാണ്. റേഡിയോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് ഈ ഡോക്ടറോട് ആ രണ്ട് കുട്ടികൾ ചോദിച്ചിരുന്നു. പക്ഷെ അയാൾ അവിടെ വരെ പോകുന്നില്ല. അത് മാത്രമല്ല അയാൾക്ക് മെഡിക്കൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. പോലീസുകാർ അയാളെ സംശയിക്കുന്നുണ്ടെങ്കിലും അന്ന് രാത്രി 10 മണി വരെ അയാൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ട്. ഇപ്പൊ ആ ഒരു കുട്ടികളെ എവിടെയാണ് ഇറക്കി വിട്ടതെന്ന് അയാള് പോലീസുകാർക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. സായിലിന്റെ സുമന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബോഡിയിൽ നിന്ന് മണമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും മൂക്കുപൊത്തുന്നുണ്ട്. അമ്മ ഓടി വരുന്നുണ്ട്. തന്റെ മക്കളെ കണ്ട അമ്മയും മാനസിക നില തെറ്റിയവരുടെ പോലെ ഇതെന്റെ മക്കളല്ല, അശോക് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാന്ന്, ഇതെന്റെ മക്കളല്ല എല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ 6 ദിവസം മുന്നുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. ആ ഒരു ആൺകുട്ടിയെ കുമാറും രാജുവും കൂടി തട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നല്ലോ. കുട്ടിയുടെ അച്ഛനെ വിളിച്ച് ഇത്ര ലക്ഷം രൂപ തരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പൈസ കിട്ടുന്ന ഉറപ്പായതുകൊണ്ട് തന്നെ കുമാറും അവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടുത്തെ നേഴ്സുമാർക്കൊന്നും ഇവനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം അവന്റെ പെരുമാറ്റം അത്രയും മോശമാണ്. അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള മീന ഒരു നേഴ്സാണ്. നേഴ്സ് മീൻസ് വയസ്സായവരുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ക്ലീൻ ചെയ്യുക, യൂറിൻ ഒക്കെ എടുത്ത് മാറ്റുക, അങ്ങനത്തെ ഒരു ജോലിയാണ് അവൾക്കുള്ളത്. ഈ കുമാർ അവളോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി ഇരിക്കാനായിട്ട് നോക്കാണ്. പക്ഷെ ഡോക്ടേഴ്സ് വരുന്ന പറഞ്ഞ് അവള് തട്ടി മാറ്റുന്നുണ്ട്. കുമാറിനൊട്ടും തന്നെ ഒരു പരിസര ബോധം ഉണ്ടായിരുന്നില്ല. അവനൊരു സൈക്കോയെ പോലെ ആയിരുന്നു. മീനയോട് രാത്രി റെഡിയായി നിൽക്കാനും പൈസ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒളിച്ചോടി പോകാമെന്നും പറയുന്നുണ്ട്. മീന അപ്പോഴും പേടിച്ചോണ്ട് നീ വേറെ വഴി കൂടെ ഒന്നല്ലല്ലോ പൈസ ഉണ്ടാക്കിയേ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാണ്. അവനും നീ ധൈര്യമായിട്ട് എന്റെ കൂടെ വായോ, ഇനി ആരുടെയും വേസ്റ്റ് എടുക്കാനായിട്ട് നിൽക്കണ്ടെന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകാണ്. രാജു ആണ് ഇപ്പൊ ആ ഒരു കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. രാജോയോട് ആ ഒരു കുട്ടി ബാത്റൂമിൽ പോകണമെന്ന് പറയാണ്. അവിടെ ബാത്റൂം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ബാത്റൂമിൽ പോകാനായി ആ കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. രാജു ആ കുട്ടിയോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. തിരിഞ്ഞു നിൽക്കാനായിട്ട് പറഞ്ഞപ്പോ അവൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അവൻ കഥകളെല്ലാം പറഞ്ഞ് പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആ കുട്ടി ഓടി പോകുന്നതാണ് കാണുന്നത്. രാജുവും പിന്നാലെ പോയി ആ കുട്ടിയെ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ കുമാർ ചോദിച്ച പോലെ തന്നെ പൈസ അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. കുമാർ അത് എടുക്കാനായിട്ട് പോകുമ്പോഴേക്കും പോലീസുകാർ അവിടേക്ക് വരാണ്. അച്ഛൻ പോലീസുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവനും എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. ഇപ്പൊ പ്രസന്റിലാണ് കാണിക്കുന്നത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ JP പോകുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. ഈ കുട്ടികളുടെ ശരീരത്തിലുള്ള മുറിവുകള് എന്തോ ഒരു മൂർച്ചയേറിയ വാള് പോലത്തെ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും ഭയങ്കര ആഴത്തിൽ അത് മുറിഞ്ഞിട്ടുണ്ടെന്നും ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്. അത് മാത്രല്ല സുമൻ മരിച്ചിരിക്കുന്നത് തലക്കടി കൊണ്ടിട്ടായിരുന്നു. ഫിസിക്കലി വേറെ എന്തൊക്കെ അവളെ ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് അറിയിക്കാമെന്നും പറയുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു മിറർ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു പച്ച കളർ കാറിന്റെ ആണ് JPക്ക് മനസ്സിലാവുന്നുണ്ട്. അവര് പച്ച കളർ കാറിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് SP അവനെ വിളിപ്പിക്കുകയാണ്. പോയി നോക്കുമ്പോ SPയുടെ അടുത്ത് അവന്റെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ ഇവന്റെ കാര്യത്തിൽ വലിയ ടെൻഷനാണ്. അവൻ കൃത്യസമയത്ത് ഫുഡ് കഴിക്കാത്തതും ഉറങ്ങാത്തതും ഒക്കെ ആലോചിച്ചിട്ട് SP ഇവന്റെ അച്ഛനും തമ്മിൽ നല്ല കമ്പനിയായിരുന്നു. SPയോട് അവന്റെ അച്ഛൻ എന്തോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പോരാത്തന്നെ ഈ അച്ഛൻ ഫുഡ് ഉണ്ടാക്കി വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അച്ഛൻ പോയതിനു ശേഷം SP JPയോട് പറയാണ് ഈ കേസ് നാളെ ഇൻസ്പെക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇൻസ്പെക്ടർ കൗശൻ നാളെ വരും. നീ ഇനി മുതൽ ഈ ഒരു കേസ് അന്വേഷിക്കണ്ട. നീ നിന്റെ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യി. ഈ കാര്യങ്ങളൊക്കെ വിട്ടേക്കാൻ. അപ്പൊ തന്നെ JPക്ക് മനസ്സിലാവുന്നുണ്ട് തന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് തന്നെ ഈ ഒരു കേസിൽ നിന്ന് മാറ്റിയതെന്ന്. അവനാകെ നിരാശപ്പെടുന്നുണ്ട്. വീണ്ടും 6 ദിവസം മുന്നുള്ള ആ ഒരു കാര്യമാണ് കാണിക്കുന്നത്. രാജു ഇപ്പൊ ആ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ദേഷ്യത്തോടുകൂടിയാണ് കുമാർ അവിടേക്ക് വരുന്നത്. കുമാർ ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു കുട്ടിയെ കൊല്ലാനായിട്ട് പോകുമ്പോ രാജു അതിന് സമ്മതിക്കുന്നില്ല. ഉറപ്പായിട്ടും ഞാൻ ഇതിന് സമ്മതിക്കില്ല. നീ ഒരിക്കലും ഇത് ചെയ്യരുത്. ആ കുട്ടിയെ എന്റെ മകനെ പോലെയാണ് ഞാൻ കാണുന്നതെന്നെല്ലാം രാജു പറയാണ്. അങ്ങനെ അവർക്ക് ഇടയിൽ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് രാജു കുമാറിന്റെ കഴുത്ത് പിടിച്ച് നെരിക്കുന്നോണ്ട് തന്നെ ആ കുട്ടിയെ കൊല്ലില്ലാന്ന് ഉറപ്പ് കൊടുക്കാണ്. അങ്ങനെ ഉറപ്പ് കൊടുത്തതുകൊണ്ട് രാജു കഴുത്തിൽ നിന്ന് വിടുന്നുമുണ്ട്. പക്ഷെ ആ കുട്ടി പേടിച്ചോണ്ട് ഒച്ച എടുക്കുന്നുണ്ടായിരുന്നു. കുമാർ ആ കുട്ടിയോട് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലോ ആ കുട്ടി മിണ്ടാതിരിക്കാത്തതുകൊണ്ട് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയ കുമാറും ആ കുട്ടിയെ അവിടെ വെച്ച് കുത്തിക്കൊല്ലുന്നുണ്ട്. ഇത് കണ്ട് രാജു ആകെ ഷോക്കായി അവിടെ ഇരിക്കുകയാണ്. ആ കുട്ടിയെ കൊല്ലണമെന്ന് രാജു ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുമാർ രാജുവിനോട് ബാ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാ, എനിക്ക് പറ്റിപ്പോയതാണ്, ആ ദേഷ്യത്തിൽ ചെയ്തു പോയതാണെന്നെല്ലാം പറയാണ്. മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നിസാർ ഉണ്ടല്ലോ, അവള് 24 hours എന്ന് പറഞ്ഞ രീതിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി വന്ന് പറയുന്നുണ്ട് മാഡം വേഗം പൊക്കോ, ഇനി ഡ്യൂട്ടിക്ക് വരേണ്ട സമയം അടുത്തു, എന്തിനാ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന്. അങ്ങനെ നിസാർ അവിടെ നിന്ന് പോകാണ്. അവളുടെ മനസ്സിൽ മുഴുവൻ ആ ഒരു കുട്ടികളെ കുറിച്ച് തന്നെയായിരുന്നു. അത്രയും ക്രൂരമായിട്ടാണല്ലോ അവരെ കൊന്നു കളഞ്ഞത്. അവളുടെ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് SI ജയപ്രകാശ് അവിടെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. സംഭവം അവര് ലവേഴ്സ് ആണ്, അവര് തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്. ഈ കേസിൽ നിന്ന് മാറ്റാൻ പോകുന്ന വിഷമമെല്ലാം JP നിസാറിനോട് പറയുന്നുണ്ട്. അവളും അവനെ സമാധാനിപ്പിക്കാണ്. ഇനി ഒരു ദിവസം കൂടി ഉണ്ടല്ലോ, ഇന്നത്തെ രാത്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാന്ന് നിസാർ പറഞ്ഞതുകൊണ്ട് തന്നെ SP അത് തന്നെ വിചാരിക്കാണ്. ഇന്നൊരു ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടുപിടിക്കണം എന്ന് കരുതിയ അവനും നിസാറിനൊരു ഉമ്മയും കൊടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ നേരെ പോകുന്നത് ഈ ബോഡി കണ്ടെത്തിയ ആ ഒരു കാട്ടിലേക്കാണ്. റേഡിയോയിലൊക്കെ ഇപ്പൊ ആ ഒരു ന്യൂസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോനക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ്. അവള് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റേഡിയോയിൽ അത് കേൾക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആൻസർ ഷീറ്റ് വാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. JP ആ ഒരു കാട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരാളെ കാണുന്നുണ്ട്. ആരാണെന്ന് അടുത്ത് പോയി നോക്കുമ്പോഴാണ് അത് അശോക് ആയിരുന്നു. അശോക് ഒരുപാട് കുടിച്ചിട്ടുണ്ട്. തന്റെ മകൻ സാഹിലിന് ഇരുട്ട് പേടിയാണെന്നും അവൻ ഈ ഇരുട്ടത്തല്ലേ അവര് കൊണ്ടുവന്ന് കൊന്നതെന്നെല്ലാം അശോക് പെറുപെറുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അവൻ പോകാണ്. അവരുടെ ബോഡിയിലെല്ലാം വലിച്ചഴിച്ച് കൊണ്ടുവന്നതിന്റെ പാടുണ്ടായിരുന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു സ്പോട്ടിൽ വെച്ച് ആയിരിക്കില്ല അവരെ കൊല ചെയ്തിരിക്കുന്നത്. മിക്കവാറും വേറെ എവിടെയെങ്കിലും കൊന്നിട്ട് അവരവിടേക്ക് വലിച്ചു കൊണ്ടുവന്ന് ഇട്ടതായിരിക്കും. JPയും അവിടെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 6 ദിവസം മുന്നേ കുട്ടിയെ കൊന്നതിന് ശേഷം കുമാറും രാജുവും ഒരു ട്രെയിനിൽ കയറി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രാജുവിന്റെ മുഖത്ത് ഇപ്പോഴും നിരാശ തന്നെയായിരുന്നു. കുമാറിനോട് അവൻ ഒട്ടും തന്നെ മിണ്ടുന്നില്ല. JP അങ്ങനെ പോകുന്ന വഴിക്ക് അവന്റെ വണ്ടിയുടെ മുന്നിൽ ഒരു കാള വട്ടം ചാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് അവനെ ഒതുക്കി നിർത്താണ്. അങ്ങനെ അവൻ നോക്കുമ്പോഴാണ് അവിടെ താഴെ ഒരു കാട്ടിനുള്ളിലായിട്ട് ഒരു കാർ അവൻ കണ്ടെത്തുന്നത്. ആ കാറിന്റെ ഡോർ ഓപ്പൺ ആയി കിടക്കായിരുന്നു. ആ കുട്ടികളെ കൊണ്ടുവന്ന കാർ ആയിരിക്കും അതെന്ന് അവനും കരുതുന്നുണ്ട്. ഇതൊരു വെബ് സീരീസ് ആണ്. മൊത്തം 8 എപ്പിസോഡ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡ്സ് വഴിയെ വരൂട്ടാ. താങ്ക് യു. സുമനെയും സാഹിലിനെയും കാണാതാവുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ അവരെ കണ്ടെത്താണ്. ആ ഒരു കേസ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് SI ജയപ്രകാശ് ആണ്. ഈ ഒരു ചെറിയ കുട്ടികളോട് ഇങ്ങനെ ക്രൂരതകൾ ചെയ്തിരിക്കുന്നത് ആരാണെന്നാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കുട്ടികളുടെ അച്ഛനും അമ്മയും ഈ ഒരു വയസ്സാവുമ്പോൾ മരിച്ചു പോകുന്നു പറയുമ്പോൾ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കുട്ടികളായിരുന്നു അത്. അതെല്ലാം അച്ഛൻ സ്വപ്നം കാണുന്നുണ്ട്. അച്ഛനായിട്ടുള്ള അശോക് ഇപ്പൊ ആ ഒരു കുട്ടികളുടെ മുറി തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അമ്മയായിട്ടുള്ള മോനക്ക് ഇത് തീരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തന്റെ കുട്ടികൾ മരിച്ചിട്ടില്ല, അവരിവിടെ തന്നെ ഉണ്ടെന്നുള്ള രീതിയിലാണ് അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അശോകിനോട് അവൾ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ വന്ന് കിടന്ന എന്റെ മക്കൾ വരുമ്പോ
വിളിക്കുമ്പോ അവരവിടെ കിടക്കും. പോയി നിങ്ങളുടെ റൂമിൽ കിടക്കാനൊക്കെ. എന്നിട്ട് അവള് കുട്ടികൾ മരിച്ചിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ എന്നിട്ട് പോലും സ്കൂളിലേക്ക് പോവാണ്. അവളൊരു സ്കൂൾ ടീച്ചറാണ്. അശോക് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ഇപ്പൊ ആ കുട്ടികളെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കാറ് കണ്ടെത്തുന്നുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അത് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് 4 പേരുടെ ഫിംഗർ പ്രിന്റ്സ് ആണ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതില് 2 കുട്ടികളുടെയും 2 പേരായിരിക്കണം അപ്പൊ ക്ലെയിം ചെയ്തവര് എന്നവര് സംശയിക്കുന്നുണ്ട്. അത് മാത്രല്ല ബാക്ക് സീറ്റിൽ നിന്നാണ് കുട്ടികളുടെ ബ്ലഡ് സാമ്പിൾസ് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട് സീറ്റിൽ അവരുടെ ബ്ലഡ് സാമ്പിൾസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ബാക്കിലും അവര് ഫ്രണ്ടിലും ആയിരിക്കണം ഇരുന്നിട്ടുണ്ടാവുക. പിന്നെ ആ വണ്ടിയിൽ നിന്ന് കിട്ടിയ ഒരു മുഖ്യമായ തെളിവായിരുന്നു കുട്ടികളെ കൊല്ലാനായിട്ട് ഉപയോഗിച്ച ആ ഒരു മൂർച്ചയേറിയ വാള്. അത് മാത്രമാണ് ഇപ്പൊ അവർക്ക് ലഭിച്ചേക്കുന്ന ഏറ്റവും വലിയ തെളിവ്. അതില് മോഹൻലാൽ സോദ ചുരൻ വാല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വാള് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വാളിനെ ചുറ്റിപ്പറ്റി അവൻ അന്വേഷിക്കാനായിട്ട് തുടങ്ങാണ്. SI നിന്ന് ഈ ഒരു കേസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് DYSP തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ JP ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരനും 48 മണിക്കൂർ കൂടി സമയം അവനക്ക് കൊടുക്കുന്നുണ്ട്. അതിനുള്ളിൽ അല്ലാണ്ട് പിടിക്കണമെന്ന് പറയാണ്. ബാബുവിനെയും രാജുവിനെയാണ് കാണിക്കുന്നത്. അവര് ഒരു കുട്ടിയെ ബോംബെയിൽ വെച്ച് കൊന്നിട്ടാണ് ഇപ്പൊ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു കുട്ടിയെ കൊന്നിട്ട് പോലും ബാബുവിന് വലിയ കൂസലൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഫുഡ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാജുവിന് ഇത് കണ്ടു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കുട്ടിയെയാണ് നീ കൊന്നിരിക്കുന്നത്, നിനക്ക് എന്നിട്ട് ഒരു കുറ്റബോധം തോന്നില്ല എന്ന് ചോദിച്ച് രാജു ബാബുവിനെ ചീത്ത പറയാണ്. അതുകൊണ്ട് തന്നെ ബാബുവിനും സങ്കടം വരുന്നുണ്ട്. അവൻ പറയുന്നത് എന്താന്ന് വെച്ചാല് അവന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടതാണ്. ഒരു തീപിടുത്തത്തിലാണ് അവൻക്ക് അവന്റെ അമ്മയെയും നഷ്ടപ്പെട്ടത്. ആ ഒരു തീപിടുത്തത്തില് അവന്റെ കയ്യിൽ തന്നെ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് പാരന്റ്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്നും പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൻ കരയാനായിട്ട് തുടങ്ങാണ്. രാജു ഒരു അലിവുള്ളവനായതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ കരയുന്നത് കണ്ട് അലിവ് തോന്നി അവനോട് ക്ഷമിച്ചു കൊടുക്കാണ്. രാജുവിന്റെ ഒരു ഫ്രണ്ട് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് അവൻ ജോലി ചെയ്യുന്നതെന്ന് രാജു പറയുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് പോകാനായിട്ടാണ് ഇപ്പൊ ഇവര് തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയായിട്ടുള്ള മോൻ അവളുടെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അവള് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്കൂളിൽ തന്നെയാണ് സാഹിലും സുമനും പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. അവിടുത്തെ ടീച്ചർമാരും കുട്ടികളെല്ലാവരും അവൾ ഒരുമാതിരി നോക്കാണ്. കാരണം കുട്ടികൾ മരിച്ച ഉടനെ തന്നെയാണല്ലോ അവൾ ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഒരു ടീച്ചർ അവളെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. സുമനും സാഹിലും കുഴപ്പമൊന്നുമില്ല, അവര് വീട്ടിലുണ്ടല്ലോ. സുമൻ ഇന്ന് 7 മണിക്ക് റേഡിയോയിൽ പാടുന്നുണ്ട്, ഉറപ്പായും കേൾക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള് പോകുന്നത്. സുമന്റെ സാഹിലിന്റെ അച്ഛൻ അശോക് ഈ കേസിനെ പറ്റി കുറച്ചുകൂടി എന്തോ റിപ്പോർട്ട്സ് കിട്ടാൻ വേണ്ടി ആർക്കോ പൈസ എല്ലാം കൊടുക്കുന്നുണ്ട്. റിപ്പോർട്ടർ ആയിട്ടുള്ള നാസർ എന്തെങ്കിലും വിവരം കിട്ടാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവളുടെ കാമുകൻ JP അവളെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. കാരണം അവൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അവളെ എന്തെങ്കിലും എക്സ്ട്രാ ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. അവൻ ആ ഒരു വാള് നിർമ്മിച്ചിരിക്കുന്ന കടയിലേക്ക് പോയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അത് നിർമ്മിച്ച മോഹൻലാൽ ചൂരൻവാല എന്ന് പറഞ്ഞ ആള് മരിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ മകൻ മാത്രമാണ് ആ ഒരു ചൂരൻവാല ഫാമിലിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അവന്റെ പേര് ബല്ലു എന്നായിരുന്നു. പക്ഷെ അവനക്ക് ആണുങ്ങളോടാണ് താല്പര്യം. അതറിഞ്ഞ ഗ്രാമത്തിലുള്ളവർ അവനെ അടിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയേക്കാണ്. അപ്പൊ അവനെ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. രാജുവും ബാബുവും കൂടി ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. 5 സ്റ്റാർ എന്ന് പറഞ്ഞത് തന്നെ ആ ഒരു ഹോട്ടലിന്റെ പേരായിരുന്നു. ലോക്കൽ ഹോട്ടലായിരുന്നു അത്. അവിടെ ആണ് പെണ്ണിന്റെ വേഷം ധരിച്ച് പാട്ട് പാടലായിരുന്നു. രാജുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള പ്യാരിയുടെ വർക്ക് എന്ന് പറഞ്ഞാല് അതിലൊരാള് പ്യാരിനോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിന്റെ ഫ്രണ്ട് 5 സ്റ്റാർ ഹോട്ടലില് ജോലി ചെയ്യാലേ എന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ബാബു ചിരിക്കുന്നുണ്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പ്യാരിനായിട്ട് അവര് സംസാരിക്കുകയാണ്. പ്യാരിയുടെ വീട്ടിലേക്ക് അവര് 2 പേരും കൂടി പോകാമെന്ന് കരുതുന്നുണ്ട്. പ്യാരി ഒരു സെക്സ് വർക്കർ ആണെന്ന് പറഞ്ഞിട്ടാണ് ബാബു അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവന്റെ ജീവിതാവസ്ഥ എന്താണെന്ന് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇപ്പൊ അവിടെ വെച്ച് അവനെ ശല്യം ചെയ്ത ആ ഒരാള് വീണ്ടും അവനോട് വന്ന് മോശമായിട്ട് പെരുമാറാനായിട്ട് നോക്കുമ്പോ ബാബു അവനെ തള്ളിയുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും അവനിട്ട് കൊടുത്തതിന്റെ സന്തോഷം പ്യാരിയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. സുമന്റെ സാഹിലിന്റെ ഈ ഒരു കേസിൽ റിപ്പോർട്ടർ ആയിട്ടുള്ള നാസർ പ്രത്യേകിച്ച് തുമ്പുകളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ അവളുടെ സീനിയർ ആ ഒരു ആർട്ടിക്കിൾ മാറ്റി വേറെ വിഷയം എഴുതാനായിട്ട് പറയാണ്. അവൾ ഒരുപാട് കെഞ്ചി നോക്കുന്നുണ്ടെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്നാ മാത്രമേ ആ ആർട്ടിക്കിൾ എഴുതിയാൽ മതി എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് ഇനി കണ്ടുപിടിച്ചേ പറ്റൂ. JP വീട്ടിൽ വരുന്ന സമയത്ത് അച്ഛന്റെ പെങ്ങളും മകളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഈ പെങ്ങളുടെ മകളെ ഡൽഹിയിൽ വിട്ട് പഠിപ്പിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ ഒരു ആർമിക്കാരന്റെ മക്കൾക്ക് പോലും ഇങ്ങനെ പറ്റിയതുകൊണ്ട് അവർക്ക് ഇനി അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. JPയുടെ അച്ഛൻ 20 വർഷം ഒരു കോൺസ്റ്റബിൾ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ ആളിപ്പോ ബാക്കിയുള്ള ഓഫീസേഴ്സിന് എല്ലാവർക്കും ഫുഡും വെച്ച് വിലയും കളഞ്ഞ് നടക്കുന്നത് JPക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അച്ഛനോട് ഇനി മുതൽ എന്റെ വില കളയല്ലേ, ഇങ്ങനെ ഫുഡ് വെച്ച് നടക്കുന്നോണ്ട് എനിക്ക് ഒരു വില കിട്ടുന്നില്ല, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. അച്ഛനും വലിയ സങ്കടാവുന്നുണ്ട്. ഇപ്പൊ പ്യാരിയുടെ വീട്ടിൽ വന്നതിന് ശേഷം രാജുവും ബാബുവും അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് രാജുക്ക് ഒരു കുഴപ്പമുണ്ട്. അവൻ കാണത്തം കുറച്ച് കുറവായിരുന്നു, കുറച്ചല്ല ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ആ കാര്യങ്ങളെല്ലാം ബാബു അറിയുന്നത്. ബാബു നന്നായി തന്നെ അതുകൊണ്ട് ചിരിക്കുന്നുണ്ട്. അവനക്ക് ഇതിലൊരു ഡൗട്ട് ആദ്യമേ ഉണ്ടായിരുന്നു. ഈ പ്യാരും രാജുവും ഒരേ ഗ്രാമത്തിലുള്ളവരായിരുന്നു.
വീട്ടിലായിരുന്നു. അവര് ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. പ്യാരി ഇങ്ങനത്തെ ഒരു ജോലി ചെയ്യുന്നോണ്ട് തന്നെ അവൻ ഒരാൾ ശല്യം ചെയ്തിരുന്നല്ലോ നേരത്തെ ബാറിൽ വെച്ചിട്ട് ബല്ലു. അവൻ കാരണമാണ് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ മോശമായിട്ട് കാണുന്നത്. അവനോട് എപ്പോഴെങ്കിലും എനിക്ക് പ്രതികാരം ചെയ്യണമെന്നും വലിയ പൈസക്കാരനാണ്, വെള്ളക്കാരെ പറ്റിച്ച് അവന്റെ അച്ഛൻ ഒരുപാട് പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നെല്ലാം പ്യാരി പറഞ്ഞത് ബാബു ശ്രദ്ധിക്കുന്നുണ്ട്. അവനക്ക് ഏറ്റവും സ്ട്രൈക്ക് ആയത് ബല്ലുവിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമാണ്. പ്യാരിനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു ബല്ലുവിന്റെ വീട്ടിലേക്ക് രാജുവും ബാബുവും കൂടി പോകും. ബല്ലുവിനെ കണ്ടിട്ട് അവര് പറയാണ്, നിനക്ക് ഇവനെ പ്യാരിനെ അല്ല വേണ്ടേ, ഒരു കാര്യം ചെയ്യ്, 1000 രൂപ തന്നാ മതി ഇവനെ നീ എടുത്തോളാനായിട്ട്. എന്നാൽ 3 പേർക്കും കൂടി ഞാൻ 1000 രൂപ തരാന്നും പറഞ്ഞ് അയാൾ വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോ രാജുവും ബാബുവും കൂടി അയാൾ ഒരുപാട് അടിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് ഇത് ഇവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ലാന്ന് മനസ്സിലാക്കിയ പ്യാരി അവിടെ നിന്ന് ഓടിപ്പോകാണ്. ബല്ലുവിനെ കെട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം മോഷ്ടിക്കാമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിലും അവരുടെ പ്രത്യേകിച്ച് അവർക്കൊന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആകെ അവർക്ക് കിട്ടിയത് 2 വാള് മാത്രമാണ്. ആ ഒരു വാള് അറിയാലോ, അച്ചൂരൻ വാല എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു വാളായിരുന്നു അത് മോഷ്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് അവര് പോകാണ്. പോകുന്ന വഴിക്ക് പ്യാരി ഓടി രക്ഷപ്പെട്ടത് അവര് ശ്രദ്ധിക്കുന്നുണ്ട്. അവനക്ക് വേണ്ടി നമ്മ ഇവിടെ വന്നിട്ട് അവൻ നമ്മളെ ചതിച്ചിട്ട് പോയി എന്ന് അവര് പറയുന്നുമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു പച്ച കളർ കാറും മോഷ്ടിച്ചിട്ടാണ് അവര് പോകുന്നത്. ഇപ്പൊ ആ ഒരു ഫോറൻസിക് ഡോക്ടറെ കാണാനായിട്ട് JP വരുന്നുണ്ട്. അയാൾ JPയെ വിളിച്ചു വരുത്തിയതായിരുന്നു. കാരണം ഈ ഉപദ്രവിച്ച ആൾക്കാരുടെ ഒരുപാട് ബ്ലഡ്സ് കാറിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികള് അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവണം, അവർക്ക് വലിയ വലിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവണം. അവർ ആശുപത്രി പോവാതിരിക്കാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ആ ഒരു ഡേറ്റില് മുറിവുകളോടുകൂടി ആശുപത്രിയിൽ വന്ന ആൾക്കാരെ അന്വേഷിച്ചാല് ഈ ആൾക്കാരെ പിടിക്കാൻ പറ്റുമെന്ന് ഡോക്ടർ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനും അതിനെ അന്വേഷിക്കുകയാണ്. നാസർ ഇപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് ഒരു സിംഗ് പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്. അയാൾ ആദ്യം അത് പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവള് സൂത്രത്തില് എല്ലാം അറിയാണ്. ഈ ഒരു മർഡറിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നവര് പോലീസുകാരെ അറിയിക്കണമെന്ന് പോലീസുകാർ ഒരു ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഒരുപാട് ഫേക്ക് കോൾസ് അവർക്ക് വരുന്നുണ്ട്. കൂട്ടത്തിൽ ചിലവര് പറയുന്നുണ്ട് കുട്ടികൾ കാറിനുള്ളിൽ പോകുന്നതായിട്ട് കണ്ടു, ട്രെയിനിനുള്ളിൽ കണ്ടു, അങ്ങനെയൊക്കെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നാസർ കളക്ട് ചെയ്യാണ്. JPയും ഹോസ്പിറ്റലിൽ അന്വേഷിക്കുന്ന സമയത്താണ് അങ്ങനെ 2 പേര് ഒരുപാട് മുറിവുകളോടുകൂടി ആശുപത്രിയിൽ വന്നിരുന്നു എന്നെല്ലാം അവർക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യം അവരതൊരു ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞു, പിന്നെ തല്ല് പിടിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർക്ക് എന്തോ സംശയം തോന്നാണ്. അവനപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാരൻ ഈ കേസ് അത്ര ഇമ്പോർട്ടന്റ് ആയി എടുക്കാതെ അവര് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. JP അന്ന് അശോകിനെ കൊണ്ട് സാഹിലിന്റെയും സുമന്റെയും ബോഡി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആശുപത്രിയിലേക്ക് വന്നിരുന്നല്ലോ. ആ ഒരു ടൈമിൽ തന്നെ അവർ ആ ഒരു ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അത്ര ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാണ്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസുകാരനാണ് മറ്റേ ആളെന്ന് JPക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. പക്ഷേ ആശുപത്രിയിലേക്ക് വന്ന ആൾക്കാരും ഡീറ്റെയിൽസും ആ ഒരു പോലീസുകാരൻ എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡീറ്റെയിൽസ് JP അവന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. JP ഇപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് അനുസരിച്ച് പ്യാരിയുടെ ആ ഒരു വീട്ടിൽ വന്നാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം അവര് കൊടുത്തിരുന്ന അഡ്രസ്സ് പ്യാരിയുടെ വീട്ടിലായിരുന്നു. ആ ഒരു വീട്ടിൽ നിന്ന് ഇവർ ആ ഒരു മർഡറിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വാള് മാത്രമാണ് കാറിൽ നിന്ന് കിട്ടിയത്. മറ്റേ വാള് ആ ഒരു വീട്ടിൽ നിന്ന് പോലീസുകാർക്ക് കിട്ടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പെൺകുട്ടിയെ ആൺകുട്ടിയെയും ഒരു കാറിൽ കണ്ടു എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയാൾ പോയി നാസർ കാണുന്നുണ്ട്. അയാൾ അന്ന് കണ്ട കാഴ്ച അവളോട് പറയാണ്. ഇയാൾ പാല് വിൽക്കാനായിട്ട് പോകുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടി ചോരയിൽ കുളിച്ചോണ്ട് രക്ഷിക്കാൻ പറഞ്ഞ് ഒച്ചയെടുക്കുന്നത് ആ ഒരു ആൾക്കാരൻ കാണുന്നത്. ആ വണ്ടിയുടെ പിന്നാലെ അയാൾ പോകുന്നുണ്ടെങ്കിലും ആ വണ്ടി ഇയാളെ തട്ടിയിട്ടുകൊണ്ട് മുന്നോട്ട് പോവാണ് ചെയ്തത്. ആ മക്കളുടെ മുഖം ഇപ്പോഴും താൻ മറക്കില്ല എന്നെല്ലാം അയാൾ പറയുന്നുണ്ട്. ആ ഒരു ആക്സിഡന്റിൽ അയാളുടെ കാലിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെങ്കിലും അവരിത് ഫേക്ക് കോൾ ആണെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുത്തില്ലായിരുന്നു. JP ഇപ്പോ ഹോസ്പിറ്റലിൽ പോയപ്പോ അവരുടെ സ്കെച്ച് വരച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്കെച്ചും വെച്ച് അവർക്ക് കിട്ടിയ അഡ്രസ്സിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു വീടിന്റെ ഓണറോട് പോയിട്ട് ഈ 2 ഫോട്ടോ കാട്ടി കൊടുക്കുമ്പോ ആ ഓണറിന് ഈ 2 പേരെ അറിയില്ല. അതായത് പ്യാരിയുടെ പേരായിരുന്നു അവര് 2 പേരും അവരുടെ പേരാണെന്നും പറഞ്ഞിരുന്നത്. പേരും ഡീറ്റെയിൽസ് എല്ലാതും പ്യാരിയുടെ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഹൗസ് ഓണർ പറയുന്നുണ്ട് ഇതല്ല പ്യാരിന്ന്. അങ്ങനെ ആ ഒരു പ്യാരിയുടെ സ്കെച്ച് ആ ഹൗസ് ഓണറുടെ സഹായത്തോടു കൂടി JP വരച്ചുണ്ടാക്കുന്നുണ്ട്. ഹൗസ് ഓണർക്ക് പ്യാരി ഒരു ബാറിലാണ് ജോലി ചെയ്തിരുന്നത് എന്ന് അറിയാമായിരുന്നു. നാസർ ഇപ്പൊ അവൾക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം പത്രത്തിൽ അടിക്കുന്നുണ്ട്. അതിൽ പോലീസുകാരെ കുറിച്ച് നെഗറ്റീവായിട്ട് എഴുതിയേക്കുന്നതെല്ലാം JP കാണുന്നുണ്ട്. അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ ഉള്ളത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഒട്ടാകെ അപമാനിക്കുന്ന രീതിയിലായതുകൊണ്ട് തന്നെ നല്ല ദേഷ്യമാണ് അവനക്ക് വരുന്നത്. ബല്ലു എന്ന് പറഞ്ഞ ആ ഒരാളുണ്ടല്ലോ, അവൻ ആണുങ്ങളോടാണ് താല്പര്യം എന്ന് ആദ്യമേ പറഞ്ഞില്ലേ. അവനക്ക് ധനിറാം എന്ന് പറഞ്ഞ ഒരു പയ്യനുമായിട്ട് ഒരു അഫയർ ഉണ്ടായിരുന്നു. അയാളെ പോയിട്ട് JP കാണുന്നുണ്ട്. അയാളുടെ സഹായത്തോടു കൂടി ബല്ലുവിന്റെ വീട് കണ്ടുപിടിക്കുകയാണ്. ബല്ലുവിന്റെ വീട്ടിൽ കയറി അന്വേഷിക്കുമ്പോൾ അവിടെ വല്ലാതെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അടച്ചിട്ട ഒരു കബോർഡിന്റെ ഉള്ളിൽ നിന്ന് ബല്ലുവിന്റെ ബോഡി അവനക്ക് കിട്ടുന്നുണ്ട്. ചീഞ്ഞളിഞ്ഞ ഒരു ബോഡി ആയിരുന്നു അത്. അവിടെ വെച്ചിട്ട് JPക്ക് മനസ്സിലാവുന്നുണ്ട് ആ വാൾ അവിടെ നിന്ന് തന്നെയാണ് നഷ്ടപ്പെട്ടതെന്ന്. ഇപ്പൊ കുറച്ചു ദിവസം മുന്നുള്ള കാഴ്ചയാണ് കാണിക്കുന്നത്. രാജുവും ബാബുവും പ്യാരിയുടെ വീട്ടിലാണ് താമസിക്കുന്നതെല്ലാം. അവര് ഒരു കൂസലും ഇല്ലാതെ ഫുഡൊക്കെ ഉണ്ടാക്കി തിന്നാണ്.
പക്ഷെ പ്യാരി നമ്മളെ ചതിച്ചു, അതിന് പ്രതികാരം വീട്ടണമെന്ന് അവൻ തീരുമാനിക്കുന്നുണ്ട്. അവൻ ജോലി ചെയ്യുന്ന ബാറിൽ പോയി അവിടുത്തെ ഓണറോട് പോലീസുകാരാണെന്ന് നുണയം പറഞ്ഞ് പ്യാരിയുടെ വായം കെട്ടി അവരെങ്ങോട്ടോ ആ ഒരു പച്ചക്കാറിൽ കൊണ്ടുപോകുന്നുണ്ട്. ഫോറൻസിക് ഡോക്ടർ അത് പരിശോധിച്ചിട്ട് അയാൾ ജീവനോടെ തന്നെയാണ് ആ ഒരു കബോർഡിൽ ആക്കി വെച്ചതെന്നും ഓക്സിജൻ കിട്ടാതെ അയാൾ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്നും പറയുന്നുണ്ട്. 4 ദിവസമായിരുന്നു അയാൾ മരിച്ചിട്ട്, അതുകൊണ്ടാണ് ആ ഒരു ബോഡി ഇത്രക്കും ചീഞ്ഞളിഞ്ഞത്. ആ ഒരു ഡോക്ടർ അടുത്തേക്ക് വന്ന നാസറിനെയും ജെപി കാണുന്നുണ്ട്. ജെപിക്ക് ഓൾറെഡി അവളോട് ദേഷ്യമായിരുന്നല്ലോ. നിനക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് നീ എന്റെ പിന്നാലെ നടക്കുന്നത്, അതുകൊണ്ട് ഇനി നീ എന്റെ പിന്നാലെ വരണ്ടാന്ന് അവള് ഭയങ്കര കുറച്ച് കാണുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യാണ്. അവന്റെ ബന്ധത്തിന് ഇത് ഏൽക്കുന്നുണ്ട്. അവൾ അപ്പോഴും പറയുന്നുണ്ട് പേഴ്സണൽ കാര്യവും പ്രൊഫഷണൽ കാര്യവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കരുതെന്ന്. ആ ഒരു സമയത്ത് ജെപിക്ക് ഒരു കോള് വരുന്നുണ്ട്. തന്റെ അച്ഛൻ വീണിട്ട് കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജെപി ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. അച്ഛനോട് റെസ്റ്റ് എടുക്കാനും മധുരവും ചിക്കനും മട്ടനും ഒന്നും കഴിക്കരുതെന്നും ഡോക്ടർ പറയുന്നുണ്ട്. ജെപി അച്ഛനോട് വലിയ ദേഷ്യത്തിലായിരുന്നു. ഒന്ന് വെറുതെ ഇരിക്കാനായിട്ട് അവൻ കെഞ്ചുന്നുണ്ട്. എന്നാ അച്ഛൻ എന്റെ ഇഷ്ടങ്ങൾ ഇതാണ്, നീ അത് മനസ്സിലാക്കി പെരുമാറ് എന്നെല്ലാം പറഞ്ഞ് ജെപിയെ ചീത്ത പറയാണ്. ജെപിക്ക് ഒരു കോള് വരുന്നുണ്ട്. പ്യാരി ജോലി ചെയ്തിരുന്ന ബാറ് പോലീസുകാരെ കണ്ടെത്തിയിരുന്നു. അവിടെ പോയി അന്വേഷിക്കുമ്പോഴാണ് പോലീസുകാർ തന്നെ വന്നിട്ടാണ് പ്യാരിയെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് ആ ഓണർ പറയുന്നത്. പക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും പ്യാരിയെ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ആ ഒരു സ്കെച്ച് കാട്ടിക്കൊടുക്കുമ്പോൾ പ്യാരിയെ കൊണ്ടുപോയത് രാജുവും ബാബു ആണെന്ന് ജെപിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ 3 ദിവസം മുന്നുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. പ്യാരിയെ കൂട്ടിക്കൊണ്ട് അവരൊരു കാട്ടിലേക്കാണ് വരുന്നത്. പ്യാരിയോട് പ്രതികാരം ചെയ്യണമായിരുന്നല്ലോ അവർക്ക്. കൊല്ലാനായിട്ട് ബാബു രാജുവിനോട് പറയുന്നുണ്ട്. എന്നാ കൊല്ലണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പ്രതികാരം ചെയ്യാമെന്നാണ് രാജു പറയുന്നത്. അങ്ങനെ അവിടെ 2 ലവേഴ്സ് മാറി നിന്ന് സംസാരിക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അതിൽ ആ ഒരു പയ്യൻ ഐസ്ക്രീം വാങ്ങാൻ പോയതും ആ പെണ്ണിനെ കൊണ്ടുവന്ന് പ്യാരിയോട് ആ പെണ്ണിനെ കൊന്നു കളയാനായിട്ട് ബാബു ആവശ്യപ്പെടാണ്. കാരണം പ്യാരിക്ക് വേണ്ടിയാണല്ലോ അവരൊരാളെ കൊന്നത്, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി നീ ഇവളെ കൊല്ലാൻ പറയുന്നു. എന്നാൽ പ്യാരി കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. രാജുവിന് ഇപ്പൊ പേടിയെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻക്ക് ഇതൊക്കെ ഇപ്പൊ ആകാംക്ഷയായി മാറാണ്. ഞാൻ കൊന്നാ മതിയോന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവനും കൊല്ലാൻ പറയാണ്. പക്ഷെ പ്യാരി ആ ഒരു വാൾ അവനക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആ ഒരു കാമുകൻ ഒരു പോലീസിനെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. പേടിച്ചു പോയ അവരും അവിടെ നിന്ന് ഓടിപ്പോകാണ്. അങ്ങനെ പ്യാരിയെ അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്യാരിക്കും ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് സേഫ് എന്ന് തോന്നിയിരിക്കുന്നത്. കാരണം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കൊല്ലുമെന്ന് പ്യാരിക്ക് അറിയാമായിരുന്നു. സ്കൂളിൽ ഇപ്പോ മോന സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നുണ്ട്. കുട്ടികൾ പോലും അവൾക്ക് പ്രാന്താണെന്ന് പറയാനായിട്ട് തുടങ്ങാണ്. അവിടുത്തെ പ്രിൻസിപ്പൾ വന്ന് മോനയോട് ഓർഡർ ചെയ്യാണ്, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്, ഇനി മുതൽ സ്കൂളിലേക്ക് വരണ്ടാന്ന്. മോനയും ആ ഒരു വിഷമത്തിൽ നടന്നു പോകുമ്പോൾ നന്നായി തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാറിൽ വന്ന 2 പേര് ലിഫ്റ്റ് വേണോന്ന് ചോദിക്കാണ്. ദേഷ്യത്തിൽ അവൾ ഒരു കല്ലെടുത്ത് എറിയുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര വിപ്ലവായ സാഹിൽ സുമൻ കേസിന്റെ ആ ഒരു മക്കളുടെ അമ്മയാണ് ഇതെന്ന് പറഞ്ഞ അവര് ക്ഷമിച്ചു കൊടുക്കാണ്. അശോകിന് ഇപ്പോ തന്റെ മക്കളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതില് സുമൻ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്നവന് ആകെ തകർന്നു പോകാണ്. അത് സുമന് ആ ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെപി ഇപ്പ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന പ്യാരിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവൻക്ക് ഈ ഒരു സ്കെച്ച് കാട്ടിക്കൊടുത്ത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാണ്. ബാബുവിനെ കുറിച്ച് പ്യാരിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ രാജുവിന്റെ കൂടെ അവൻ കളിച്ച് വളർന്നതാണ്. രാജുവിന് ഒരു ചേച്ചി മാത്രമാണ് ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പ്യാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഗ്രാമം എവിടെയാണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്യാരിക്ക് ഇപ്പോഴും ഭയങ്കര പേടിയായിരുന്നു പുറത്തിറങ്ങാനായിട്ട്. കാറിൽ പോകുന്ന രാജോയെയും ബാബുവിനെയാണ് കാണിക്കുന്നത്. അവര് മഴയത്ത് പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് സുമനും സാഹിലും ലിഫ്റ്റ് ചോദിക്കാൻ വേണ്ടി കൈ കാണിക്കുന്നുണ്ട്. പിന്നീട് അവിടെ സീൻ കട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് കാണിക്കുന്നത്. ബാബു നന്നായി തന്നെ ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നില്ല. വണ്ടി മറിഞ്ഞ് ഒരു കാടിനുള്ളിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു കാടിനുള്ളിൽ നിന്ന് തന്നെയാണ് ജെപി ആ ഒരു കാറ് കണ്ടെത്തിയതും. ഇപ്പോ രാജുവിന് എന്താണ് ചെയ്യേണ്ടതെന്നും മനസ്സിലാവുന്നില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് വീണ് കിടക്കാണ്. അവൻ നേരെ ബാബുവിനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ബോധം വന്ന ബാബുവിനും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നീ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ് ജയിലിലേക്ക് അയക്കും ഇപ്പൊ പോവാൻ പോകുന്നത്, എന്നോട് ആരെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞേന്ന് രാജുവിനോട് ബാബു ചോദിക്കാണ്. എന്നാ അവൻക്ക് ഇതല്ലാതെ വേറെ ഒരു വഴി അറിയില്ലായിരുന്നു. ഇപ്പൊ ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. ഡോക്ടർ ബാബുവിനോട് എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാർ ആക്സിഡന്റ് ആണെന്നാണ് പറയുന്നത്. എന്നാ രാജു ആദ്യം പറഞ്ഞിരുന്നത് 2 പേരും തമ്മിൽ തല്ലു പിടിച്ചെന്നാണ്. ഡോക്ടർക്കും അങ്ങനെ ഒരു ഡൗട്ട് വരുന്നുണ്ട്. വേഗം ഇവിടെ നിന്ന് മുങ്ങാമെന്ന് കരുതി 2 പേരും ഇറങ്ങി നടക്കാണ്. ഈ സമയത്താണ് നമുക്ക് കാണിക്കുന്നത് അന്നൊരു ദിവസം അശോകിന് ഫോൺ കോൾ വന്നത് ഓർമ്മയില്ലേ? ഹോസ്പിറ്റലിൽ ഒരു ബോഡി ഉണ്ട്, കുട്ടികളുടെതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു വിളിച്ചത്. അന്ന് ജെപി അശോകും ആ ഒരു ഹോസ്പിറ്റലിൽ വന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്താണ് ഇവർ ഈ കടന്നു പോകുന്നത്. അതായത് ഇവര് 2 പേരും കണക്ട് ആവുന്നുണ്ട്. പക്ഷെ പരസ്പരം ശ്രദ്ധിക്കാതെ വിട്ടതാണ്. ഇപ്പൊ ഇവര് പോകുന്നത് കണ്ട ഒരു പോലീസ് ഓഫീസറും ആക്സിഡന്റ് പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യാതെ പോകാണോ, റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവര് ഞങ്ങൾ പാവപ്പെട്ട കുടുംബമാണ്, ഇങ്ങനെ കേസിന്റെ പിന്നാലെ നടക്കാനൊന്നും സമയമില്ല, പ്ലീസ് ഞങ്ങളെ വിട്ടേക്കാനായിട്ട്
പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോലീസുകാരന് ഇവരുടെ പേരും ഡീറ്റെയിൽസും മാത്രം എഴുതിയെടുക്കാണ്. പക്ഷെ ആ ടൈമിലും അവര് പേര് തെറ്റിച്ചാണ് പറയുന്നത്. പ്യാരി കുമാർ എന്നും മോഹൻ കുമാർ എന്നാണ് പറയുന്നത്. പ്യാരി മോഹൻ എന്നായിരുന്നു മറ്റാളുടെ പേര്. അതുപോലെ വീടിന്റെ അഡ്രസ്സും പ്യാരിയുടെ വീടിന്റെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. ശേഷം ഇവർക്ക് കുറച്ച് പേടി ആയതുകൊണ്ട് തന്നെ ബാബു ഇനി സുഖാവുന്നത് വരെ രാജുവിനോട് അവന്റെ ചേച്ചിയുടെ അടുത്ത് പോയി നിൽക്കാനായി ബാബു ആവശ്യപ്പെടുന്നുണ്ട്. അത് മാത്രല്ല നമ്മുടെ സുമനില്ലേ, മരിച്ച സുമൻ, അവളുടെ ആ ഒരു ജിമിക്ക് കമ്മലില്ലേ, അതും ബാബു രാജുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. രാജുവിന് പോവാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ബാബു ആണ് നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നത്. ബാബു ഇപ്പോ ജിമ്മി എന്ന് പറഞ്ഞ അവന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് പോകുന്നതെന്നും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞ് ഒരു നമ്പറും കൊടുക്കുന്നുണ്ട്. റിപ്പോർട്ടറായ നാസറിനെ ഇപ്പോ രാജുവിന്റെയും ബാബുവിന്റെയും ആ ഒരു സ്കെച്ച് കിട്ടുന്നുണ്ട്. രാജു നേരെ അവന്റെ ചേച്ചിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ചേച്ചിയും ആ ഒരു മകളും പിന്നെ ചേച്ചിയുടെ ഭർത്താവുമാണ് അവിടെ താമസിക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവ് ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. രാജു അവിടേക്ക് വന്നതുകൊണ്ട് തന്നെ ചേച്ചിനിട്ട് അവൻ അടിക്കുകയാണ്. എന്നോട് പറയാതെ നിന്റെ അനിയൻ ഇവിടെ കയറ്റി കിടത്താൻ ആരാടി പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട് രാജു ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവർക്ക് പ്രതികരിക്കാനുള്ള ആ ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. രാജുവിന് ആണത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അവനെ പാറ്റ, കോക്രോച്ച് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റില് നമ്മളെ JP ഈ ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കാരണം ആ ഒരു പ്യാരി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന്റെ വീട് എവിടെയാണെന്നുള്ള കാര്യം. ചേച്ചിയുടെ ഭർത്താവിനോട് എന്നിട്ട് അവനെ കുറിച്ച് ചോദിക്കാണ്. ആ സമയത്ത് ചേച്ചിയുടെ മോളാണ് പറയുന്നത് മാമൻ ഇവിടെ ഇല്ല. ഇന്നലെ രാത്രി തന്നെ ചേച്ചിയുടെ ഭർത്താവിന്റെ സ്കൂട്ടി എടുത്ത് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കുട്ടിയുടെ മുഖത്ത് അവൻ അടിച്ച പാടുകളെല്ലാം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ നെറ്റത്ത് ഒരു പാട് കണ്ടിട്ട് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോ ഭർത്താവ് അടിച്ചതായിരുന്നു അത്. എന്നിട്ട് പോലും അവള് കിണറ്റിന്റെ അടുത്ത് വീണതാണെന്ന് പോലീസുകാരനോട് നുണ പറയുന്നുണ്ട്. ചേച്ചി അവിടെ കരയുമ്പോഴും ആ ഒരു ഭർത്താവ് സന്തോഷിക്കുന്ന കണ്ട് ജയിപ്പിക്കും. ഇവര് തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല എന്നുള്ളത് മനസ്സിലാവാണ്. ചേച്ചിക്ക് അറിയാനുള്ള കാരണം രാജു ഒരു കൊലപാതകം ചെയ്തു എന്ന് പോലീസുകാർ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ഇവരുടെ പിന്നാലെ ഓടി വന്ന ആ ഒരു ഭർത്താവിനെ JP പിടിച്ചിട്ട് ഇനി എങ്ങാനും നിന്റെ ഭാര്യയെയും മകളെയും നീ അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ വന്ന് ഞാൻ കൊന്നുകളയും എന്നെല്ലാം പറയുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് 3 ദിവസം മുന്നുള്ളതാണ് കാണിക്കുന്നത്. രാജു ഇപ്പൊ ചേച്ചിയുടെ മകളുമായിട്ട് അവന്റെ കൈ ശരിയാക്കാനെല്ലാം ഒരു വൈദ്യരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവർ എന്നിട്ട് ഒരു ഹോട്ടലിൽ പോയി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ന്യൂസ് പേപ്പറിൽ നിന്ന് സുമന്റെ സായനിലെ ഫോട്ടോ അടങ്ങുന്ന ആ ഒരു ന്യൂസ് അവൻ കാണുന്നുണ്ട്. മാത്രല്ല രാജു ബാബു എന്ന് പറഞ്ഞ 2 പേരാണ് ഇതിലെ പ്രതികളെന്ന് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ രാജുക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അവൻ ഫോൺ എടുത്ത് ബാബു പറഞ്ഞ ആ ഒരു നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ബാബുവിനെ കിട്ടുന്നുണ്ട്. പക്ഷെ ബാബുവിന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, ഇതൊക്കെ ഞാൻ അറിഞ്ഞതാണ് എന്നാണ് അവൻ പറയുന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് രാജു പറയുന്നുണ്ടെങ്കിലും ബാബു അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പൊ പോലീസുകാരെല്ലാവരും ഓരോ വഴിക്ക് പോയിട്ട് രാജുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജുവിന്റെ ഫോട്ടോഗ്രാഫ്സ് എല്ലാം ആ ഒരു ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ സീൻ കട്ട് ചെയ്ത് 3 ദിവസം മുന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം ബോംബെയിലേക്ക് ഇവൻ തിരിച്ചു പോകുന്ന അറിഞ്ഞ ആ ചേച്ചിയുടെ മോള് രാത്രി സമയത്ത് രാജുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. മാമൻ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ, എനിക്കൊരു നായികയാകണം എന്ന് പറഞ്ഞ് അവൾക്ക് എടുത്ത ഫോട്ടോ എല്ലാം അവനക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അവൻക്ക് അപ്പൊ വല്ലാതെ ദേഷ്യം വരാണ്. ദേഷ്യമാണോ എന്തോ വികാരാണോ എന്ന് അറിയില്ല. അവളെ പിടിച്ച് അവിടെ കിടത്തുന്നുണ്ട്. ആ സമയത്ത് അവൻ എന്തോ ചെയ്യാനായിട്ട് നോക്കുമ്പോ സുമന്റെ മുഖമാണ് അവന്റെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ഒരുപാട് അവൻ അടിക്കുന്നുണ്ട്. സുമന്റെ കാതിലുണ്ടായിരുന്ന ആ ഒരു ജുമിക്ക് കമ്മൽ ഈ ഒരു ചേച്ചിയുടെ മകൾക്ക് അവൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നിന്റെ അമ്മടെ പോലെ ഇവിടെ എങ്ങാനും കിടന്ന് ചാവ്, നിനക്കൊക്കെ ഇങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും ചോദിച്ച് അവൻ ആ ഒരു വണ്ടി എടുത്ത് അവിടെ നിന്ന് മുങ്ങാണ് ചെയ്തത്. ചേച്ചിയുടെ മകള് വല്ലാതെ തന്നെ കരയുന്നുണ്ടായിരുന്നു. ഇപ്പൊ പോലീസിന് ചേച്ചിയുടെ ഭർത്താവിന്റെ ആ ഒരു സ്കൂട്ടി തിരിച്ചു കിട്ടുന്നുണ്ട്. പക്ഷെ രാജുവയെ എവിടെ തപ്പിയിട്ടും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. SPക്ക് ഇപ്പൊ വല്ലാത്ത പ്രഷർ ഉണ്ടായിരുന്നു. ഹോം മിനിസ്റ്റർ അവനെ ഡയറക്റ്റ് വിളിപ്പിച്ച് പാചകം ചെയ്യുന്ന ആൾക്കാരുടെ മക്കളെ ഒന്നും ഈ ഒരു കേസ് ഏൽപ്പിക്കാൻ പാടില്ല എന്നും അത് വേഗം തന്നെ ചൗഹാൻ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർക്ക് കൈമാറാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ സുമനും സാഹിലും ആ ഒരു മർഡർ നടന്ന ദിവസം ധരിച്ചിരുന്ന സാധനങ്ങളും അവരുടെ കൈവശം ഉണ്ടായിരുന്നതെല്ലാം അശോകിന് പോലീസുകാരൻ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. JPയും SPയെ കാണാനായിട്ട് അവന്റെ ഓഫീസിലേക്ക് വരുമ്പോ മീറ്റിംഗിലാണെന്ന് പറയാണ്. JPയുടെ ഡ്രസ്സിലാകെ അഴുക്കായിട്ടുണ്ടായിരുന്നു. അത് അവൻ മറച്ചു പിടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. JP ഈ ഒരു അന്വേഷണത്തിൽ ആകെ മുഴുകി പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ സൂചന. ആ സമയത്ത് പുതിയ ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നുണ്ട്. നാളെ മുതൽ ഈ ഒരു കേസ് അന്വേഷിക്കാൻ പോകുന്ന ഈ ഒരു ഇൻസ്പെക്ടർ ആണ്. ഉറപ്പായും നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങളുടെ കേസ് ഫയൽസ് ഒക്കെ ഞാൻ കണ്ടു, ഗ്രേറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു ഇൻസ്പെക്ടർ നമ്മളുടെ JPനെ അഭിനന്ദിക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് കേസ് പോയിന്ന് അവനക്ക് മനസ്സിലാവാണ്. അവൻ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കുന്നുണ്ട്. നാസർ ഇപ്പോ JPയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. അവന്റെ അച്ഛൻ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് വേണ്ടി ചിക്കൻ കറിയും അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛനാണ് എല്ലാവർക്കും ഫുഡ് വെച്ച് കൊടുക്കാറ്. ഇപ്പൊ ആദ്യമായിട്ടാണ് അച്ഛന് വേണ്ടി ഒരാൾ ഫുഡ് വെച്ച് തന്നത്. അത് മാത്രമല്ല അവളുടെ കയ്യിൽ ഒരു ഫയലും ഉണ്ടായിരുന്നു. അത് JPക്ക് കൊടുക്കാനുള്ളതാണ്. JP അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അവളെ മൈൻഡ് ചെയ്യുന്നില്ല. JP വിചാരിക്കുന്നത് എന്തെങ്കിലും ന്യൂസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നാസർ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ്. അവൻ ദേഷ്യത്തോടുകൂടി എന്തോ ഒക്കെയോ നാസറിനോട് പറയുന്നുണ്ട്. പക്ഷെ അവൾ അതിനു വേണ്ടി വന്നതായിരുന്നില്ല. JPക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഈ രാജു ബാബു എന്ന് പറഞ്ഞ 2 പേര് ഒരു ജോണി എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ
ഇൻഫർമേഷൻ അടങ്ങിയ ഫയല് ജെപിക്ക് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോകുന്നുണ്ട്. അവള് ശരിക്കും ജെപിയുടെ കാമുകിയായിട്ട് തന്നെയായിരുന്നു വന്നിരുന്നത്, അല്ലാതെ ഒരു റിപ്പോർട്ടർ ആയിട്ടായിരുന്നില്ല. ജെപി പക്ഷേ ഇതൊന്നും വല്ലാതെ ശ്രദ്ധിക്കാതെ കുക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അവന്റെ അച്ഛനും അവനെ സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്ന് ഈ ഒരു ഇൻഫർമേഷൻ തന്നെ, അതായത് ബോംബെയിൽ ഇങ്ങനെ ഒരു കുട്ടിയെ മർഡർ ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് ബോംബെയിലേക്ക് ഇപ്പൊ അവര് പോയി അന്വേഷിക്കണം ഇനി ഇതിനെ പറ്റി. പക്ഷെ നാളെ മുതൽ ഇവന്റെ പേരിലല്ല ഒരു കേസ് ഉള്ളത്. ബോംബെയിലുള്ള ഗുപ്ത എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ ഇതിനെ പറ്റി സംസാരിക്കാനായി ജെപിയെ വിളിക്കുന്നുണ്ട്. ജെപി വേഗം തന്നെ ബോംബെയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ എസ്പിയുടെ ആ ഒരു ഓർഡർ അവനക്ക് കിട്ടില്ല. അതുകൊണ്ട് പോലീസ് ചെലവിലല്ലാതെ അവൻ അവന്റെ സ്വന്തം ചെലവില് ബോംബെയിലേക്ക് പോകുന്നുണ്ട്. മഴ പെയ്യുന്ന ആ ഒരു ദിവസം സുമന്റെയും സാഹിലിന്റെയും റൂമില് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് കണ്ട അശോക് ടേബിളെല്ലാം മാറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മോനെയും വരുന്നുണ്ട്. അവൾ അങ്ങനെ സാഹിലിന്റെയും സുമന്റെയും ആ ഒരു വസ്തുക്കൾ അടങ്ങിയ ബോക്സ് കാണുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് അവൾക്ക് ശരിക്കും തന്റെ മക്കള് മരിച്ച കാര്യം മൈൻഡിലേക്ക് വരുന്നത്. അവള് പൊട്ടി പൊട്ടി കരയാനായിട്ട് തുടങ്ങാണ്. അശോക് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മക്കള് മരിച്ചേ പിന്നെ ഇവള് ആദ്യമായിട്ടാണ് ഇപ്പൊ കരയുന്നത്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് പാർട്ടോടുകൂടി ഇതിന്റെ ഫുൾ എപ്പിസോഡ്സ് കഴിയൂട്ടോ. താങ്ക് യു. കുമാർ എന്ന് പറഞ്ഞ പയ്യൻ ഒരു സ്കൂളിൽ ഭയങ്കര ഒരു മോശം സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ സാർ അവനെ നിന്ന് പുറത്താക്കുന്നുണ്ട്. അവന്റെ അമ്മ വന്ന് ഒരുപാട് കെഞ്ചി നോക്കുന്നുണ്ടെങ്കിലും അവൻ അഹങ്കാരത്തോടുകൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ സാർ അതിന് സമ്മതിക്കുന്നില്ല. ഈ ദേഷ്യത്തിലാണ് അമ്മ അവിടെ നിന്ന് പോകുന്നത്. അവൻ അമ്മയുടെ ദേഷ്യം മാറ്റാനായി തേൻ അമ്മ കൈ കൊടുക്കുന്നുണ്ട്. കുമാർ അടിച്ച ഒരു കുട്ടി അതുവഴി പോകുമ്പോ അമ്മ വിളിച്ച് അവനെ ആശ്വസിപ്പിച്ച ആ തേൻ അവൻ കൈ നൽകുന്നുണ്ടെങ്കിലും ഇത് ഞാൻ വാങ്ങില്ല, കാരണം അവൻ അത് സ്റ്റാഫ് റൂമിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് ആ ഒരു കുട്ടി പറയുന്നുണ്ട്. അമ്മ വീണ്ടും നാണം കേടാണ്. ഈ ഒരു ദേഷ്യത്തില് കുമാർ ആ ഒരു കുട്ടി ടോയ്ലറ്റിൽ പോകുമ്പോ അവിടെ ഉണ്ടായിരുന്ന തേനീച്ച കൂടിന് കല്ലെറിഞ്ഞതിന് ശേഷം ഡോർ അടച്ചിടുന്നുണ്ട്. ആ കുട്ടി ആ ഒരു ടോയ്ലറ്റിൽ പെട്ടുപോകാണ്. അവൻ ഒരു രാക്ഷസനെ പോലെ ചിരിക്കുകയാണ്. ജെപി ഇപ്പൊ കേസിന്റെ കാര്യത്തിനായി ബോംബെയിലേക്ക് എത്തുന്നുണ്ട്. ജോണി എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യനെ കൊന്ന ആ ഒരു സ്ഥലത്തേക്കാണ് അവൻ എത്തിയിരിക്കുന്നത്. അവിടുന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ്സും ബാബുവിന്റെയും രാജുവിന്റെയും ഫിംഗർ പ്രിന്റ്സും തമ്മിൽ മാച്ച് ആവുന്നുണ്ട്. ബോഡി അവർക്ക് കണ്ടു കിട്ടിയത് 3 ദിവസം മുന്നാണ്. ബോഡി ചീഞ്ഞളിഞ്ഞപ്പോഴാണ് അതിന്റെ സ്മെല്ല് കൊണ്ട് അയൽവക്കത്തുള്ളവര് പോലീസില് അത് അറിയിച്ചത്. ഇപ്പൊ 3 ദിവസം മുന്നാണ് കാണിക്കുന്നത്. ബാബു ബോംബെയിലേക്ക് എത്തുന്നുണ്ട്. അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജിമ്മിയുടെ അടുത്തേക്കാണ് അവൻ പോകുന്നത്. ജിമ്മിയോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവര് രണ്ടുപേരും ജുവനൈൽ ഹോമിൽ വെച്ചിട്ടുള്ള ഒരു പരിചയമാണെന്ന് അറിയുന്നത്. ജിമ്മിയുടെ കല്യാണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് ജിമ്മിക്ക് കൊടുക്കണമെന്ന് ബാബു വിചാരിക്കുന്നുണ്ട്. അവന് ഒരു ടാക്സി മോഷ്ടിച്ച് റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു കപ്പിൾസ് അവന്റെ ടാക്സിക്ക് കൈ കാട്ടുന്നുണ്ട്. ജെപി ഇപ്പൊ ഒരു കപ്പിൾസിനോട് സംസാരിക്കാനായിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. ആ കപ്പിൾസിലെ ആ ഒരാളുടെ മുഖത്ത് അടിച്ച് നീര് വന്ന പാടുകളെല്ലാം ഉണ്ടായിരുന്നു. അവൻ അത്രയും ക്രൂരമായിട്ടാണ് ഇവരെ ഉപദ്രവിച്ചിരിക്കുന്നത്. ഭാര്യ 2 ദിവസം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ടാക്സിയിൽ പോയ ഇവരെ പിടിച്ചു നിർത്തി ബാബു അവരുടെ ഡ്രസ്സ് എല്ലാം ഊരുന്നുണ്ട്. ശേഷം അവനെ ഒരുപാട് അടിക്കാണ്. ഭാര്യയെയും അടിച്ച് അവളുടെ ഡ്രസ്സ് എല്ലാം ഊരി അവൻ റേപ്പ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തില് ഇവര് പൊന്നുപോലെ വളർത്തിയിരുന്ന ജിമ്മി എന്ന് പറഞ്ഞ ഒരു പട്ടിക്കുട്ടിയെ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുമുണ്ട്. ഈ ഒരു വിവരങ്ങളെല്ലാം എടുത്ത് ജെപി അവിടെ നിന്ന് പോകാണ്. ഒരു ദിവസം മുന്നത്തെ കാര്യമാണ് കാണിക്കുന്നത്. ജിമ്മി എന്ന് പറഞ്ഞ ആ ഒരു നായക്കുട്ടി ഇപ്പോ ശരിക്കും ആ ഒരു ബാബുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജിമ്മിയുടെ വീട്ടിലാണ് ഉള്ളത്. തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജിമ്മിക്ക് കല്യാണ ഗിഫ്റ്റ് ആയിട്ട് ആ ഒരു പട്ടിക്കുട്ടിയാണ് ബാബു കൊടുക്കുന്നത്. ബാബു ഹണിമൂണിന് വേണ്ടി പോകാൻ പോകുന്നത് ആഗ്രയിലേക്കാണെന്ന് അവൻ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് രാജു ബാബുവിനെ വിളിക്കുന്നുണ്ട്. രാജുക്ക് പേടിയാവുന്നെന്നും എല്ലാ പത്രത്തിൽ അവരുടെ ഫോട്ടോ ആണെന്നും അതുകൊണ്ട് തിരിച്ച് ബാബുവിന്റെ അടുത്തേക്ക് വരാൻ പോകാണെന്നും അവൻ പറയുന്നുണ്ട്. എല്ലാം ഞാൻ ശരിയാക്കാന്ന് ബാബു ഉറപ്പ് പറയാണ്. ജെപിക്ക് ഇപ്പോ അവന്റെ സ്റ്റേഷനിൽ നിന്ന് കോൾ വരാണ്. SP സാറ് ജെപിയെ പറ്റി അന്വേഷിച്ചു അത്രേ. വേഗം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനക്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ സസ്പെൻഷനോ കിട്ടുമായിരുന്നു. എന്നാൽ ജെപി അതൊന്നും വില വെക്കുന്നുണ്ടായിരുന്നില്ല. 6 വർഷം മുന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. കുമാർ എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടി വലുതായിട്ടുണ്ടായിരുന്നു. അവൻ അവന്റെ അമ്മയെ കാണാനായിട്ട് അമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മ ഇതിനോടകം വേറെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. അമ്മ അവന് വേണ്ടി ചായ ഇടുന്ന സമയത്ത് അവനക്ക് വിഷം കൊടുത്ത് കൊന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് കുമാർ അവിടേക്ക് വരുന്നുണ്ട്. ഈ കുമാർ തന്നെയായിരുന്നു ബാബു. അവന്റെ ജൂനിയർ ഹോമിലുള്ള പേരായിരുന്നു ബാബു എന്നുള്ളത്. കുമാറും നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കാന്ന് പറയുമ്പോൾ പേടിച്ചു പോയ അമ്മ അവളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും സ്വർണ്ണവും എല്ലാം അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ദയവേത് ഇവിടെ നിന്ന് പോകാനും ഇനി എന്നെ ശല്യം ചെയ്യരുതെന്നും പറയുന്നുണ്ട്. ഇതിൽ ദേഷ്യം തോന്നിയ കുമാറും അവിടെ ഗ്യാസ് പൊട്ടിത്തെറിപ്പിച്ച ആ ഒരു അമ്മയെ കൊന്നുകളയാണ്. അമ്മയെ മാത്രമല്ല അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും. പക്ഷെ ആ ഒരു അപകടത്തിൽ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പക്ഷെ മേലൊട്ടാകെ വെന്ത് പാടുകളെല്ലാം ആയിരുന്നു. ഈ ഒരു അപകടത്തിലാണ് ശരിക്കും ബാബുവിന്റെ കയ്യിലും ആ ഒരു പൊള്ളിയ പാടുണ്ടായിരുന്നത്. അമ്മയുടെ ആ ഒരു ജുവനൈൽ ഹോമിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് ജെപി അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ ആ ജുവനൈൽ ഹോമിലേക്ക് പോയി ബാബുവിന്റെ ഫോട്ടോ സംഘടിപ്പിക്കുകയാണ്. സ്കൂൾ ടൈമില് തേനീച്ചയെ കല്ലെറിഞ്ഞ് ആ ഒരു കുട്ടിയെ ബാത്റൂമിൽ അടച്ചിട്ടില്ലേ, ആ കുട്ടി
കുട്ടി അന്ന് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് അവൻ ജുവനൈൽ ഹോമിലേക്ക് വന്നത്. 21 വയസ്സായപ്പോ അവനെ തിരിച്ചു വിടാണ് ചെയ്തത്. ഈ ജുവനൈൽ ഹോമിൽ അവന്റെ ഫ്രണ്ട് ആയിരുന്നു ജിമ്മി എന്നും ജെപിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രത്തിൽ ഇപ്പോ രാജുവിന്റെയും ബാബുവിന്റെയും ഫോട്ടോ കണ്ട് മീന ആകെ അതിശയിക്കുകയാണ്. മീന ബാബുവിന്റെ ലവർ ആയിരുന്നു. കൂടെ ഉണ്ടായിരുന്ന നേഴ്സ് പെണ്ണും മീനയോട് ഇത് ബാബു തന്നെയാണ്, നീ പോലീസിനെ വിവരം അറിയിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മീനക്ക് ഭയങ്കര പേടിയായിരുന്നു. ജെപി ഇപ്പൊ ഒരു സമാധാനം കിട്ടാൻ വേണ്ടി അവന്റെ ലവർ ആയിട്ടുള്ള നിസാറിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എത്രയും ക്രൂരതകളാണ് ബാബു ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതെന്നും സ്വന്തം അമ്മയോട് പോലും അവൻ ചെയ്തു വെച്ചത് എന്താണെന്നും നിസാറിനോട് ജെപി പറയുന്നുണ്ട്. അവളെ വിളിച്ചപ്പോഴാണ് അവനക്ക് മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ ബാബുവിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു എന്ന് ജെപിക്ക് അറിയാൻ സാധിക്കുകയാണ്. അവൻ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി അന്വേഷിക്കുന്നുണ്ട്. അത് വിളിച്ചത് മീനയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു നേഴ്സ് ആയിരുന്നു. അവളും എന്റെ ഫ്രണ്ടിന്റെ ലവർ ആയിരുന്നു ഈ ഒരു ബാബു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മീനയെ കാണാൻ വേണ്ടി ജെപി പോകുന്നുണ്ടെങ്കിലും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവൾ ഉണ്ടായിരുന്നില്ല. അവള് റൂമിൽ തന്നെ ആയിരുന്നു. ഈ സമയത്ത് മീന വാതിലിൽ ആരോ കൊട്ടുന്നത് കേട്ട് പുറത്ത് വന്ന് നോക്കുമ്പോ അത് ബാബു ആയിരുന്നു. ബാബുവിനെ കണ്ട് അവളൊന്ന് പേടിക്കുന്നുണ്ട്. ബാബു ഇപ്പോ ജിമ്മിയുടെ കോട്ട് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പോരാത്തതിന് ജിമ്മിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു പട്ടിക്കുട്ടി ആയിട്ടുള്ള ജിമ്മി ഉണ്ടായിരുന്നു. മീന പേടിച്ചിട്ടാണ് അവന്റെ ഒപ്പം ഇരിക്കുന്നത്. മീനയോട് കൂടെ വരാനും നമുക്ക് ഇന്ന് തന്നെ കല്യാണം കഴിക്കാമെന്നും അവൻ പറയുന്നുണ്ട്. എന്നാൽ അമ്മ നാട്ടിലേക്ക് പോയേക്കാണ്. അമ്മ വന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് മീന ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് ഈ പത്രം ബാബുവിന് കിട്ടാണ്. ബാബുവിന് അങ്ങനെ മീന എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ അവിടെ ഇട്ട് കൊന്നിട്ട് പോവാണ്. ഈ സമയത്ത് മീനനെ അന്വേഷിച്ച ആ ഒരു പോലീസുകാരും ജെപിയും പിന്നെ ആ ഒരു നേഴ്സ് പെണ്ണും അവിടേക്ക് എത്തുന്നുണ്ട്. ബാബു ബാക്ക് ഡോർ വഴി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ജെപിക്ക് ആ ഒരു കോട്ടും പിന്നെ ജിമ്മിയെയും കിട്ടുന്നുണ്ട്. ബാബുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ഒരു ജിമ്മിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെണ്ണിനായി റൂമിൽ ഇരിക്കുന്ന സമയത്ത് പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ട്. ജിമ്മിയും ഇതിൽ ഒരാളാണെന്ന് കരുതി പോലീസുകാർ അവനെ പിടിച്ചുകൊണ്ട് പോകാണ്. പക്ഷെ ജിമ്മി പറയുന്നുണ്ട് സത്യമായിട്ടും അവനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അവൻ എന്റെ കോട്ടും ഞാൻ ആഗ്രയിലേക്ക് ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റും എല്ലാം എടുത്തിട്ടാണ് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്ന്. ഇതുകൊണ്ട് തന്നെ ജിമ്മി കെട്ടിയ പെണ്ണും അവനുമായി പിരിയുന്നുണ്ട്. ജെപിക്ക് ഇപ്പൊ അങ്ങനെ ഒരു ക്ലൂ കിട്ടിയിരിക്കുകയാണ്. ആ ആഗ്രഹത്തെ ടിക്കറ്റും കൊണ്ട് അവൻ എന്തായാലും ആഗ്രയിലേക്കായിരിക്കും പോയിരിക്കുന്നതെന്ന്. ഇപ്പൊ SP ജെപിക്ക് വിളിച്ച് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നും അവന്റെ പിന്നാലെ പോകാൻ ഇനി വേറെ ആൾക്കാരുണ്ട് എന്നും പറഞ്ഞ് ജെപി ഒരുപാട് ചീത്ത പറയാണ്. ഇതെല്ലാം മറ്റു പോലീസുകാരും കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ജെപി ഇതിലൊന്നും വീഴാൻ തയ്യാറായിരുന്നില്ല. അവൻ ബാബുവിനെ അന്വേഷിച്ച് ആഗ്രയിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. ബാബു ട്രെയിനിൽ കയറി അവന്റെ മുടിയെല്ലാം മൊട്ടയടിക്കുന്നുണ്ട്. ജെപിയും ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ആഗ്രയിലേക്ക് പോകാണ്. ഈ സമയത്ത് ബാബുവിനെ കാണാനായി രാജുവും എത്തുന്നുണ്ട്. അവനൊരു രാത്രി വീട്ടിലേക്ക് ഒരു ഇരുമ്പ് വടി കൊണ്ട് കയറി ചെല്ലുന്നുണ്ട്. ജെപിക്ക് പണ്ടേ ഉള്ള മോട്ടിവേഷൻ ആയിരുന്നു, ഒന്നും നോക്കാതെ പാവങ്ങളെ സഹായിക്കണം, ഒരു ഹീറോ പോലെ ആകണം എന്നുള്ളത്. ജെപിയും ഇപ്പൊ ആഗ്രയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. രാജുവും ആഗ്രയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവൻ ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കുന്ന സമയത്താണ് പത്രത്തിൽ അവന്റെ ഫോട്ടോ കാണുന്നത്. എല്ലാവർക്കും തങ്ങളെ പറ്റി മനസ്സിലായിട്ടുണ്ടെന്ന് അറിഞ്ഞ രാജുവും അവന്റെ മുഖം മറച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇപ്പൊ ബാബു വന്ന ട്രെയിന് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ബാബുവിനെ വിളിക്കാനായിട്ട് രാജു പോകുന്നുണ്ട്. പിന്നിലൂടെ വന്ന് ബാബു രാജുയെ കെട്ടിപ്പിടിക്കാണ്. ബാബു ഇപ്പൊ ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അവന്റെ തല മൊട്ട അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് തനിക്കും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് രാജു കരുതാണ്. ഈ സമയത്ത് രാജുയെ കണ്ട് മനസ്സിലാക്കിയ ഒരു പോലീസുകാരൻ അവരുടെ പിന്നാലെ വരുന്നുണ്ട്, ഓടിച്ചിടുന്നുണ്ട്. രാജു എന്ന് വിളിക്കുമ്പോൾ അവൻ രാജു വിളി കേട്ടതുകൊണ്ട് തന്നെ പോലീസുകാരനും അത് രാജുവും ബാബുവും തന്നെയാണെന്ന് ഉറപ്പാവുന്നുണ്ട്. അവരവിടെ നിന്ന് ബൈക്കും എടുത്തു പോകാണ്. ആ ഒരു പോലീസുകാരൻ വേഗം തന്നെ സ്റ്റേഷനിലേക്ക് അത് ഇൻഫോം ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ജെപി സ്റ്റേഷനിൽ എത്തുന്നത്. സ്റ്റേഷനിൽ ഈ രാജുവിനെയും ബാബുവിനെയും കണ്ട കാര്യം ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് ഡൽഹിയിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. അവര് വിചാരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് അയച്ച ഒരു പോലീസ് ഓഫീസറാണ് ജെപി എന്നാണ്. ഡൽഹി പോലീസ് ഇത്രയും ഫാസ്റ്റ് ആണോ, വിളിച്ചു പറഞ്ഞപ്പോഴത്തേനും ആളിവിടെ എത്തിയാലോ എന്നാണ് അവിടെ ഒരു പോലീസുകാരൻ ചോദിക്കുന്നത്. രാജുവിനെയും ബാബുവിനെയും പിടിക്കാൻ വേണ്ടി ജെപിയെ സഹായിക്കാനായിട്ട് ആ ഒരു പോലീസുകാരും ഇപ്പൊ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അതിന് വേണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജെപി പറയുന്നത് ഇതെല്ലാം പബ്ലിസിറ്റി ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ട് രാജുവിന്റെയും ബാബുവിന്റെയും ഫോട്ടോ ആ ഒരു സിറ്റിയിലും മുഴുവനായിട്ട് ഒട്ടിച്ചു വെക്കുന്നുണ്ട്. പോരാത്തതിന് പോലീസുകാര് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ 2 മർഡേഴ്സ് ഈ ആഗ്ര സിറ്റിയിൽ എത്തിയിട്ടുണ്ട്, എല്ലാവരും അവെയർ ആയിരിക്കണം, വീട്ടിലേക്ക് അപരിചിതരായ ആരും കയറ്റരുത്, അതില് ബാബു തല മൊട്ട അടിച്ചിട്ടാണ് ഉള്ളതെന്നെല്ലാം. ഇതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവർക്കും സുരക്ഷിതമായി ഇരിക്കാൻ പറ്റുമെന്ന് പോലീസുകാരും വിചാരിക്കുകയാണ്. എന്നാൽ രാജു നേരെ ബാബുവിനെ കൊണ്ടുപോകുന്നത് ഒരു വീട്ടിലേക്കാണ്. അവന്റെ സ്വന്തം വീട് പോലെ വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് കയറാണ്. അകത്തൊരു അമ്മൂമ്മയെയും ഒരാളെയും പിന്നെ ഒരു കുട്ടിയെയും രാജു കെട്ടിയിട്ടിട്ടുണ്ട്. രാജു ഇപ്പോഴാണ് ഒരാണായതെന്നും
നിനക്ക് ഇപ്പോഴാണ് ധൈര്യം വന്നതെന്നും പറഞ്ഞ് ബാബു അവനെ പ്രശംസിക്കുകയാണ്. അന്ന് രാത്രി അവൻ അകത്ത് കയറി ഇവരെ തല്ലിയിട്ട് കെട്ടിയിട്ടതിന് ശേഷം ആ വീട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതിൽ ആ ഒരാള് കെട്ടഴിക്കാനായിട്ട് ശ്രമിക്കുന്നത് കണ്ട രാജു അയാളെ തല്ലുന്നുണ്ട്. രാജുവും ബാബുവും ചേർന്ന് ഇപ്പൊ അയാളെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പൈസയും സ്വർണവും എല്ലാം രാജു കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവനക്ക് അവിടെ നിന്ന് ഒരു തോക്ക് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ തോക്കില് ബുള്ളറ്റ്സ് ഇല്ല. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മുത്തശ്ശിയെ അഴിച്ചു വിട്ടതിന് ശേഷം പാചകം ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. കാരണം അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പുറത്തു പോയി ഒന്നും കഴിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ആ ഒരു മുത്തശ്ശി പാചകം ചെയ്യാനായിട്ട് പോവാണ്. ജെബി ഇപ്പൊ ബാക്കിയുള്ള പോലീസുകാരുടെ കൂടെ സ്ഥലങ്ങളൊക്കെ മാപ്പിലൂടെ നോക്കി മനസ്സിലാക്കുന്ന സമയത്ത് അതിലൊരു പോലീസുകാരനോട് രഹസ്യമായിട്ട് വേറൊരാൾ വന്ന് എന്തോ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജെബിയും കൊണ്ട് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ പോകാണ്. കാരണം ഈ ഒരു പോലീസുകാരന് ഡൽഹിയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ജെബി ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ഇല്ലാതെയാണ് ബോംബെയിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ആ ഒരു അമ്മൂമ്മ ഫുഡ് ഉണ്ടാക്കിയത് രാജുവും ബാബുവും തിന്നോണ്ടിരിക്കുകയാണ്. ഈ സമയത്തെല്ലാം റേഡിയോയില് രാജുവും ബാബുവിനെയും കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആരോ വന്ന് കഥക് മുട്ടുന്നുണ്ട്. അത് തുറക്കാതിരുന്നാല് ഇവിടെ ആളുണ്ടായിട്ടും തുറക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ച് ആൾക്കാരെ കൂട്ടി അവര് വരുന്നുള്ളതുകൊണ്ട് തന്നെ രാജുവും ബാബുവും ആ ഒരു മുത്തശ്ശിയെ മാത്രം പുറത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ശേഷം ആ കുട്ടിയുടെ കഴുത്തില് കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അമ്മൂമ്മയും ഇവിടെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് വന്ന ആൾക്കാരെ തിരിച്ചയക്കാണ്. ഇങ്ങനെ 2 ഓർഡേഴ്സ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് അവര് പോകുന്നത്. ഇപ്പൊ ആ ഒരു തോക്കിന്റെ ബുള്ളറ്റ് ഇവർക്ക് വേണമായിരുന്നു. അത് എവിടെ നിന്ന് കിട്ടുമെന്ന അയാളോട് രണ്ടുപേരും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ ഡൽഹി പോലീസ് വിളിച്ച് ജെപിയെ അവര് വരുന്നവരെ പുറത്തു വിടരുതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻസ്പെക്ടർ ജെപിയെ ഇപ്പോ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവന് പുറത്തേക്ക് വിടുന്നില്ല. ജെപിയും പറയുന്നുണ്ട് വെറുതെ എന്തിനാണ് ടൈം കളയുന്നത്, ടൈം കളയും തോറും അവർ ഓരോ മർഡേഴ്സ് ചെയ്തോണ്ടിരിക്കുന്നു. പക്ഷെ നിനക്ക് വേണ്ടി നിയമം തെറ്റിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് അവിടുത്തെ SI പറയുന്നത്. ഇപ്പൊ ബുള്ളറ്റ് വാങ്ങിക്കാനായിട്ട് രാജുവും ബാബുവും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ബാബുവിന്റെ തലയും മൊട്ട അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അയൺ ഷോപ്പിൽ ചെന്ന് അവൻ ബുള്ളറ്റ് ചോദിക്കുന്നുണ്ട്. 1 മണിക്കൂർ സമയം എടുക്കുന്നു പോയിട്ട് വരാനായിട്ട് അവരോട് ആ ഒരു കടക്കാരൻ പറയാണ്. ആ കടക്കാരനും അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശനും ഇവരുടെ മേലിലൊരു ഡൗട്ട് തോന്നാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നുണ്ട്. ഈ വിവരം അവരെ ഡിസ്കസ് ചെയ്യുന്നത് ജെപി കേൾക്കാണ്. ബാക്കിയുള്ള പോലീസുകാർ തീരുമാനിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ബാക്കി പോലീസിന്റെ ടീംസ് എത്തട്ടെ, അതിനുശേഷം അന്വേഷണം തുടങ്ങാമെന്നാണ്. പക്ഷെ ജെപി അവരോട് ആവും വിധം പറഞ്ഞു നോക്കുന്നുണ്ട്. സമയം വെറുതെ കളയരുത്, അവർ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവർക്ക് ഓരോ ടൈം കൊടുക്കും തോറും അവർ ചെയ്യുന്ന കൊലപാതകങ്ങളുടെ എണ്ണം കൂടി വരും. അവരുടെ പിന്നാലെ വന്ന് ഞാൻ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ അവർ ഇന്നേ വരെ എത്ര കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ഇൻസ്പെക്ടർക്കും പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നാണ്. ബാബുവും രാജുവും ഇപ്പോ സ്വസ്ഥതായിട്ട് വന്ന് താജ്മഹൽ കണ്ടോണ്ടിരിക്കുകയാണ്. എന്തോ രാജാക്കന്മാരെ പോലെ സ്വസ്ഥതായിട്ട് പോലീസുകാർ ഇവർക്ക് വേണ്ടി തപ്പി നടക്കാണ്. ബാബു രാജുവിനോട് നീ മാത്രമാണ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളതെന്നും കന്യാകുമാരിയിലേക്ക് പോയി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാമെന്നും പറയുന്നുണ്ട്. രാജുക്കും അത് സമ്മതമായിരുന്നു. പക്ഷെ ആ സമയത്ത് രാജുവെ കണ്ട് മനസ്സിലാക്കിയ പോലീസ് അവിടേക്ക് എത്തുന്നുണ്ട്. അയാൾ ഇവരെ ഓടിച്ചിടാണ്. ഇവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ബുള്ളറ്റ് വാങ്ങാനായിട്ട് ആ കടയിലേക്ക് വരുമ്പോഴാണ് ബാക്കിയുള്ള കടകളെല്ലാം അടച്ചിട്ടിരിക്കുന്നത് അവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നത്. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവർ വണ്ടി തിരിക്കുന്നുണ്ട്. പോലീസുകാർ ആ സമയം ഇവരുടെ ബാക്കിലൂടെ വന്ന് പിടിക്കാനായിട്ട് നോക്കാണ്. കൂട്ടത്തിൽ ജെപി ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ അവര് രക്ഷപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ട്രെയിനിൽ കയറി അവർ ഇരിക്കുകയാണ്. പോലീസുകാർ അവനെ അന്വേഷിച്ച് ചുറ്റും നടക്കുന്നുണ്ട്. ജെപി അങ്ങനെ രാജോയെ പിടിക്കുന്നുണ്ട്. രാജോയെ ഒറ്റക്കിട്ട് പോകാതെ ബാബു ഒരു കുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ച് രാജോയെ വിടാനായിട്ട് ആവശ്യപ്പെടാണ്. എന്നാൽ ജെപി വിടില്ല എന്നുള്ള ആ ഒരു നിർബന്ധത്തിൽ നിൽക്കായിരുന്നു. രാജു ആ സമയം സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തത് ഈ ഒരു ബാബു ആണ്, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയാണ്. ഇതുകൊണ്ട് തന്നെ ബാബുവിനും രാജുവിനോട് ദേഷ്യം തോന്നാണ്. എല്ലാവരെ പോലെ അവസാനം നീയും എന്നെ ചതിച്ചു, നീ അനുഭവിക്കണമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ആ കുട്ടിയെ കൊണ്ട് ബാക്കിലേക്ക് നടക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ആർമി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ബാക്കിലൂടെ ബാബുവിനെ അവര് പിടിച്ച് കുട്ടിയെ രക്ഷിക്കുന്നുണ്ട്. ജെപി ഇപ്പോ ബാബുവിനെ അവന്റെ ദേഷ്യം തീരുന്നവരെ അടിച്ചോണം അടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം അവൻ ഇത്രയും നാള് ചെയ്തു കൂട്ടിയ ദുഷ്ടതരങ്ങൾ എന്തൊക്കെയാണെന്ന് ജെപിക്ക് അറിയായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് സുമന്റെ സായിലിന്റെ അച്ഛനും അമ്മയും അവരുടെ ചിതാഭസ്മം പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കി കളയുന്നത്. അവർക്ക് ശാന്തി ലഭിച്ചു. സുമന്റെ സായിലിന്റെ അച്ഛനും അമ്മക്കും ഒരുപാട് ലെറ്റേഴ്സ് ആണ് റിപ്പോർട്ടറായ നിസാർ കൊണ്ടുപോയി കൊടുക്കുന്നത്. അവര് സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ജെപി ഇപ്പൊ കേസെല്ലാം തെളിയിച്ച് സമാധാനത്തോടുകൂടി അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവനക്ക് ഡോറ് തുറന്നിട്ട് പോകാൻ പോലും പേടി തോന്നാണ്. അവൻ അത് അടച്ചിട്ടിട്ടാണ് അച്ഛന്റെ അടുത്തേക്ക് പോകുന്നത്. ഇത്ര നാളും അച്ഛൻ അവനോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞ് പിന്നാലെ നടക്കുമായിരുന്നു. പക്ഷെ എല്ലാം അവസാനിപ്പിച്ചതിന്റെ ആ ഒരു സന്തോഷത്തിലും ജെപി അച്ഛനോട് വന്ന് എനിക്ക് വിശക്കുന്നു എന്ന് പറയാണ്. ഇത് കേട്ട അച്ഛൻ ഒന്ന് ചെറുതായി ചിരിക്കുന്നുണ്ട്. സന്തോഷത്തോടുകൂടി ഡാൻസും പാട്ടും എൻജോയ്മെന്റും സഹോദര സ്നേഹവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്ന ഫാമിലി ആയിരുന്നു അത്. യഥാർത്ഥത്തിൽ ആ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന്
ഇപ്പോഴാണ് കാണിക്കുന്നത്. ആ ഒരു സിക്കുകാരനുണ്ടല്ലോ, റെഡ് സ്കൂട്ടറുള്ള അയാള്, ആ ഡോക്ടർ ഈ രണ്ട് കുട്ടികളെയും സുമന്യ സാഹിലിനെയും ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അയാൾക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് അയാൾ ആ കുട്ടികളോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. ഇനി റേഡിയോ സ്റ്റേഷനിലേക്ക് ആകെ കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മഴ നന്നായിട്ട് പെയ്യുന്നോണ്ട് തന്നെ അവർക്ക് നടന്നു പോകാനായിട്ട് പറ്റില്ല. സാഹില് സുമനോട് പറയുന്നുണ്ട്, എന്നാ നമുക്ക് ഓടി പോകാന്ന്. അവർ ഓടാനായി തയ്യാറായി നിൽക്കാണ്. ആ സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. അത് ആരുടെ കാറാണ്? രാജുവിന്റെയും ബാബുവിന്റെയും കാറായിരുന്നു. സുമൻ കാറിന് കൈ കാണിക്കുന്നുണ്ട്, ലിഫ്റ്റ് വരുമോ എന്ന് ചോദിച്ചിട്ട്. അവർ നിർത്താതെ മുന്നോട്ട് പോവാണ്. പിന്നീട് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷമാണ് അവർ പിന്നിലേക്ക് വരുന്നത്. ഇതിനുള്ളിൽ തന്നെ സാഹിലും സുമനും ഓടാൻ റെഡി ആയിട്ട് നിൽക്കായിരുന്നു. അവർ പിന്നിലോട്ട് വന്നിട്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. റേഡിയോ സ്റ്റേഷനിലേക്കാണെന്ന് പറയുമ്പോൾ ഞങ്ങളും ആ വഴിയാണ്, കേറിക്കോളാനായിട്ട് രാജു പറയുന്നുണ്ട്. അവരങ്ങനെ കാറിലൊന്ന് ആലോചിച്ചതിന് ശേഷമാണ് കേറുന്നത്. വേഗം എത്താലോ, അവർ അത്രയും ഉദ്ദേശിച്ചിരുന്നുള്ളൂ. കാറിൽ കയറിയതിന് ശേഷമാണ് സുമൻ ശ്രദ്ധിക്കുന്നത്, കൂടെ ഉള്ള ബാബു എന്ന് പറഞ്ഞ ആ ഒരു ക്രിമിനൽ ഇവളെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതും മിററിൽ കൂടെ. ഇവൾക്ക് അത് ഭയങ്കര അസസനീയമായിട്ട് തോന്നുന്നുണ്ട്. അവസാനം അവൻ ആ ഒരു കമ്മൽ എവിടെ നിന്നാണ് വാങ്ങിയത്, നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ്. അവൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവള് ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോഴാണ് ആ കാറിന് ഹാൻഡിൽ ഇല്ല എന്നുള്ള കാര്യം അവള് മനസ്സിലാക്കുന്നത്. കാറ് മോഷ്ടിച്ചതാണെന്ന് അവൾക്ക് ഡൗട്ട് വരുന്നുണ്ട്. ഈ സമയത്തെല്ലാം രാജോ ഒന്നും അറിയാത്ത പോലെയാണ് ഇരിക്കുന്നത്. അവൻക്ക് ഈ കുട്ടികളെ കയറ്റിയതിൽ വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അവരുടെ അച്ഛൻ ഒരു ആർമിക്കാരനാണെന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ രാജോയും ആർമിയിലാണ്. ഇത് വേണോന്നുള്ള രീതിയിൽ ബാബുവിനെ നോക്കുന്നുണ്ട്. ബാബുവിന് പക്ഷെ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവാണ് ചെയ്തത്. ഇപ്പൊ ആ ഒരു ഹാൻഡിൽ ഇല്ലാന്ന് മനസ്സിലാക്കിയ സുമൻ സാഹിലിനെ ഒന്ന് തോണ്ടുന്നുണ്ട്. ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവര് ഇവിടെ നിർത്തിക്കോ, ഞങ്ങൾ ഇറങ്ങിക്കോളാന്ന് പറയുന്നുണ്ടെങ്കിലും ബാബു കാറ് നിർത്തുന്നില്ല. ആ സമയം സാഹിലും സുമനും ഒന്നിച്ച് നിർത്തുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബഹളാവുന്നുണ്ട്. ആ സമയത്ത് രാജോയും നിർത്തിക്കൊടുക്ക്, അവരിറക്കി വിടുന്ന് പറയുന്നുണ്ട്. ദേഷ്യം വന്ന ബാബു കാറ് നിർത്തിക്കൊണ്ട്, നീ മിണ്ടാതിരിക്കി, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവനോട് ചൂടാവാണ്. സുമനും സാഹിലും കാറിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബാബു ഇപ്പൊ കാറ് മുന്നോട്ടെടുക്കാണ്. ഇതുകൊണ്ട് തന്നെ സുമൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന കൊട കൊണ്ട് ഭയങ്കര ശക്തമായിട്ട് ബാബുവിന്റെ തലക്കടിക്കുന്നുണ്ട്. സാഹില് രാജുവിനെ പിടിച്ചു ഇടിക്കുന്നുണ്ട്. ദേഷ്യം വന്ന അവരും തിരിച്ചു ഉപദ്രവിക്കാനായിട്ട് തുടങ്ങാണ്. ഇപ്പൊ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു വാളുണ്ടല്ലോ, അത് രാജു എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. ആ വാളിൽ കയറിയിട്ട് സാഹില് പിടിക്കാണ്. ബാബു രാജുവിനോട് ആ കുട്ടിയെ വെട്ടാനായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാ രാജു, ഇതൊരു കുട്ടിയല്ലേ, ഞാൻ എങ്ങനെ വെട്ടാനാന്ന് മടിച്ചു നിൽക്കാണ്. പക്ഷെ രാജുവിനെ സാഹിൽ ഉപദ്രവിക്കുന്നോണ്ട് തന്നെ വേറെ വഴിയില്ലാതെ രാജു ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വാള് വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാഹിലിന്റെ കൈ മുറിയാണ്. പേടിച്ചു പോയ സുമൻ അവളുടെ ഷാള് കീറി അവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കാണ്. സാഹിൽ ഇപ്പൊ വേദന കൊണ്ട് ഒരുപാട് കരയുന്നുണ്ട്. കൈ കോപ്പിക്കൊണ്ട്, സുമൻ ഞങ്ങൾ ഇവിടെ നിർത്ത്, ഞങ്ങൾ ആരോടും ഒന്നും പറയില്ല, ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയാണ്. എന്നാൽ അവര് നിർത്താനായിട്ട് തയ്യാറാവുന്നില്ല. ഈ സമയത്താണ് ആ ഒരു സൈക്കിളുകാരൻ അവിടേക്ക് വരുന്നത്. സുമൻ അവരെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു സൈക്കിളുകാരനോട് പറയുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി നിന്നു പോകാണ്. വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ചു നേരം വണ്ടി അവിടെ നിർത്തിയിട്ടത്. പിന്നീട് അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നത്. ഇവര് മുന്നോട്ട് പോകുന്നുണ്ട്. ആ സൈക്കിളുകാരനും പിന്നാലെ വരുന്നുണ്ട്. അയാൾ അവര് തട്ടിയിടാണ്. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും ഇല്ലാതായി. ഇപ്പൊ സുമൻ അവളുടെ കാതിലുള്ള കമ്മൽ ഊരിക്കൊടുത്തോണ്ട്, നിനക്ക് ഇതല്ല വേണ്ട, എന്റെ അമ്മയുടെ ആണ്, എന്നാലും കുഴപ്പമില്ല, നീ ഇതെടുത്തോ, ഞങ്ങളെ ഇറക്കി വിടുക എന്ന് പറയുന്നുണ്ട്. സാഹിൽ ഇപ്പൊ അവനോട് ദേഷ്യപ്പെടാനായിട്ട് നോക്കുമ്പോ സുമന് ഒച്ചയെടുത്ത് അവനെ കൊണ്ട് മിണ്ടാതെ ഇരുത്തിക്കാണ്. കാരണം ഇവര് ഉപദ്രവിക്കുമെന്ന് നന്നായിട്ട് സുമന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വേറെ വഴിയില്ലാതെ ആ ഒരു വാളിൽ കയറി സാഹിൽ പിടിക്കുന്നുണ്ട്. സുമൻ ബാബുവിനെ ഉപദ്രവിക്കുന്നുണ്ട്. രാജു ആ ഒരു കുട്ടിയെ വെട്ടിയോണം വെട്ടാണ്. അവന്റെ മേത്തെല്ലാം നന്നായി ചോര ഒളിച്ചോണ്ടിരിക്കുകയാണ്. സുമൻ ഈ സമയം ഹോസ്പിറ്റലിലേക്ക് പോകണം, ഞങ്ങൾ ആരോടും ഒന്നും പറയില്ല, ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞോളാം എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാറും കൊണ്ട് അവര് കാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. സാഹിലിനെ വലിച്ച് പുറത്തിട്ടതിന് ശേഷം സുമനെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എണീറ്റ് സാഹിലും അവരെ നന്നായി തന്നെ ഇടിച്ചിടുന്നുണ്ട്. ഈ സമയത്ത് ബാബു സാഹിലിനെ അടിക്കുകയാണ്. വീണ് കിടക്കുന്ന സാഹിലിനെ അവിടെ നിന്ന് രാജു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. രാജുവിന്റെ കയ്യിൽ ഇപ്പൊ വാളുണ്ടായിരുന്നു. സുമനെ ബാബുവും വലിച്ചൊരു കാട്ടിനുള്ളിലേക്ക് കയറ്റാണ്. എനക്കം കണ്ട സാഹിലിനെ രാജു അവിടെ ഇട്ട് വെട്ടിക്കൊല്ലുന്നുണ്ട്. ബാബു ഇപ്പൊ സുമനെ റേപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. രാജുവിനോടും അടുത്തത് നിന്റെ ടേണാണ്, നീ പൊക്കോളാനായിട്ട് പറയുന്നുണ്ടെങ്കിലും രാജുവിന് ആണത്തം കുറവായിരുന്നെന്ന് പറഞ്ഞല്ലോ, അവൻക്ക് അതൊന്നും വേണ്ട, തിരിച്ചു പോകാമെന്നാണ് പറയുന്നത്. ഇതും പറഞ്ഞ് രാജുവെ ബാബു കളിയാക്കുന്നുണ്ട്. ദേഷ്യം വന്നവര് രണ്ടുപേരും അവിടെ തല്ല് പിടിക്കാണ്. ആ സമയത്ത് സുമൻ അവരുടെ തലക്ക് നല്ലോണം തന്നെ അടിക്കുന്നുണ്ട്. എന്നിട്ട് സാഹിൽ എവിടെയെന്ന് ചോദിക്കാണ്. അടി കൊണ്ട് അവര് വീണ് കിടക്കുമ്പോ സാഹിലിനെ അന്വേഷിച്ച് സുമൻ അവിടേക്ക് പോകുന്നുണ്ട്. സാഹിലിനെ കണ്ടുപിടിക്കുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന സാഹിലിനെ കണ്ട് സുമൻ വല്ലാതെ തന്നെ കരയുന്നുണ്ടായിരുന്നു. പിന്നിലൂടെ വന്ന് ബാബു സുമനെയും അടിച്ചു കൊന്നു കളയാണ്. ഇതാണ് നടന്നതെന്ന് JP SP-യോട് പറയാണ്. ഇതെല്ലാം ആർക്കും സഹിച്ചു നിൽക്കാൻ പറ്റാത്ത കഥയായിരുന്നു. JP പറയുന്നുണ്ട്, ആ ഒരു കുട്ടികൾ കാരണം തന്നെയാണ് നമുക്ക് പ്രതികളെ പിടിക്കാൻ പറ്റിയതെന്ന്. കാരണം സുമനും സാഹിലും നന്നായി തന്നെ ഈ പ്രതികളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ടാണ് അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വന്നത്. അതുകൊണ്ട് മാത്രമാണ് ജെപിക്ക് അന്വേഷണത്തിൽ പുതിയ പുതിയ കണ്ടെത്തലുകളും അവരുടെ സ്കെച്ചും ഒക്കെ കിട്ടാനായിട്ട് കാരണം. ജെപി ഇത്രയും പേരെ എതിർത്ത് ഈ ഒരു കേസ് തെളിയിച്ചതിൽ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. അവന്റെ സസ്പെൻഷനും മാറ്റുന്നുമുണ്ട്. ഈ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് പൈസ ആയിട്ടുണ്ട്, അത് തരുമെന്ന് ചോദിക്കുമ്പോ SP അതൊന്നും തരില്ല എന്ന് പറയാണ്. പിറ്റേ ദിവസം തൊട്ട് കുളിച്ച് റെഡിയായ ഒരു പുതിയ ആളായി ജെപി ജോലിക്ക് പോകാനായിട്ട് തയ്യാറാവാണ്. അച്ഛൻ ഡ്രസ്സ് തേച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവനക്ക് പ്രൊമോഷൻ കിട്ടി. ഇപ്പോ ഇൻസ്പെക്ടർ ആയിട്ടുണ്ടായിരുന്നു അവൻ. അങ്ങനെ കോടതിയിലേക്ക് ഈ 2 പ്രതികളെയും കൊണ്ടുവരാണ്. ആൾക്കാരുടെ വലിയ പ്രൊട്ടസ്റ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവരെ കൊന്നു കളയണമെന്ന് പറഞ്ഞിട്ട് ജെപി ഇവരെ 2 പേരെയും ആൾക്കാരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കാമെന്ന് ആദ്യം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ വിധി എന്താണെന്ന് ലോകം അറിയണം, എന്നാലേ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് അവരെ നിന്ന് സംരക്ഷിച്ച് ജഡ്ജിന്റെ അടുത്തേക്ക് 2 പ്രതികളെയും ജെപി കൊണ്ടു നിർത്തുന്നുണ്ട്. അവര് 2 പേരെയും മരണം വരെ തൂക്കിലേറ്റാനുള്ള വിധി വരുന്നുണ്ട്. ഇത് കാണാനായിട്ട് അവിടെ സുമന്റെയും സാഹിലിന്റെയും അച്ഛനും അമ്മയും ആയിട്ടുള്ള അശോകും മോനെയും ഉണ്ടായിരുന്നു. ഇപ്പൊ ജെപിക്ക് പ്രൊമോഷൻ കിട്ടിയത് തന്നെ അവന്റെ ലവർ ആയിട്ടുള്ള നിസാർ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. വലിയ കാര്യം തന്നെയാണ് നീ ചെയ്തതെന്നും പറയുന്നുമുണ്ട്. പിന്നീട് ഈ കഥ ഇങ്ങനെ ഒന്ന് പോയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലാസ്റ്റ് കാണിക്കുന്നുമുണ്ട്. സുമനും സാഹിലും ബസ് സ്റ്റോപ്പിൽ ഏതെങ്കിലും വണ്ടി വരെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ സാഹില് നമുക്ക് ഓടിപ്പോകാം എന്ന് പറയുന്നുണ്ട്. സുമൻ അതിന് സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് രാജുവിന്റെയും ബാബുവിന്റെയും കാർ അവിടേക്ക് വരുന്നത്. കാറിൽ കയറി പോകാമെന്ന് സുമൻ പറയുമ്പോ സാഹില് പറയാണ്, ഓ നിനക്ക് എന്റെ കൂടെ ഓടി തോക്കുന്നുള്ള പേടിയാണല്ലേ എന്ന്. അതുകൊണ്ട് തന്നെ സുമന് ഈഗോ ഹേർട്ട് ആവുന്നുണ്ട്. അവർ ആ ഒരു കാറിൽ കയറാതെ ഓടി റേഡിയോ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. രാജുവിന്റെയും ബാബുവിന്റെയും കാറ് വേറെ വഴിക്ക് തിരിഞ്ഞു പോകാണ്. അവർ ആ ഒരു വലിയ പ്രതിസന്ധി നിന്ന് രക്ഷപ്പെടാണ്. സുമൻ ഇപ്പോ റേഡിയോ സ്റ്റേഷനിൽ വന്ന് അവൾ ആലപിക്കാൻ നിന്ന പാട്ട് പാടുന്നുണ്ട്. തന്റെ ചേച്ചി പാട്ട് പാടുന്നതും ആസ്വദിച്ച് സാഹിൽ നിൽക്കാണ്. അവൻ നല്ല രസമുണ്ടെന്ന് ആംഗ്യം കാണിക്കാണ്. തന്റെ മകൾ ഈ ഒരു പാട്ട് പാടുന്നതെല്ലാം വീട്ടിലിരുന്നുകൊണ്ട് അശോകും മോനും ആസ്വദിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് ഇതിന്റെ ഫുൾ എപ്പിസോഡ് അവസാനിച്ചേക്കാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി റിയൽ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ.